Q Developers Comedy Super. ഏവർക്കും സ്വാഗതം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡൻസ് ഗ്രൂപ്പ്. ഈ സുധാകരന്റെ മകളും വിനായകന്റെ മകനും തമ്മിൽ പണ്ടേ ഒരു ചിറ്റിക്കളി ഉള്ളതാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഒന്ന് നിർത്താവോ അത്? എന്താടാ 1 മണിക്കൂർ ഞാനിവിടെ വന്നിരിക്കണത്, ഒന്ന് ചെയ്ത് തീർക്കാവോ അത്? ഒരു പുണ്യാളുടെ ഒരു മിനിറ്റടാ താൻ്റെ കട ഉറക്കാൻ പറ്റിയത് ഭാര്യ ഉറങ്ങിപ്പോയി. ഭാര്യ ആരുടെ കൂടെ ഇറങ്ങിപ്പോയിന്ന്? ആരും കൂടെ ഇറങ്ങിപ്പോയെന്നല്ല, അവൾ ഉറങ്ങിപ്പോയെന്ന്. അവൾ ഇറങ്ങിപ്പോയിന് താൻ വരാൻ പറ്റിക്കണ എന്താണ്? അതല്ല, കള്ള കയറിയാൽ തനിക്കറിയാലോ 3 മാസം മുമ്പ് വീട്ടിലെ കള്ളനല്ല വേറെ ആരാട്ടും കയറി എന്നൊക്കെയാണ് നാട്ടു സംസാരം. അതല്ല, അത് എന്റെ ഭാര്യ ധനലക്ഷ്മിയുടെ അടുത്തോട്ട് നോട്ട് മാറാൻ വന്നതാണ്. എന്റെ ഭാര്യ ധനലക്ഷ്മി വെറും ലക്ഷ്മി അല്ല, അല്ലാണ്ട് ബാങ്ക് ധനലക്ഷ്മി ഒന്നുമല്ല. പാതിരാക്ക് 12 മണിക്ക് നോട്ട് മാറാതെ ഞാൻ കിടന്ന് ഉച്ചവെക്കാടോ. ഒരു കാര്യം ഉണ്ട്, അതിൽ പിന്നെ അവൾ ഉറങ്ങിയിട്ട് ഞാൻ കിടന്നുറങ്ങാറുള്ള അറിയാല. ഇനി തന്നെ ഇറക്കി കിടത്തിട്ട് അവൾ എന്നാണ് ഇറങ്ങി പോണെന്ന് പറയാൻ പറ്റില്ല. അവള് പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നല്ല. അപ്പൊ അങ്ങനെ അപ്പൊ താനും അറിഞ്ഞില്ല? ഇല്ല. ആരോട് പറയരുത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. എന്താണ്? ഇന്നലെ നമ്മ പിരിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം പറഞ്ഞത്. അത് അറിഞ്ഞ നിമിഷം പോലെ തന്നോട് തുറന്നു പറയാണ്ട് എന്നെ നെഞ്ചു കിടന്ന് വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യം? എന്താന്ന് പറ. നമ്മുടെ സുധാകരന്റെ മകൾ രാവിലെ കട തുറക്കാനായിട്ട് ഞാൻ വന്നതാണ്. ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ട് തുറക്കാൻ പോയി. അതിന് മുമ്പ് പരദൂഷണമായിട്ട് ഇറങ്ങിയത് തന്റെ ഭർത്താവ് എനിക്ക് പിന്നെ ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നീ ഈ മിഷനുമ കയറി തെക്കോട്ട് നോക്കിയിരിക്കാനല്ലേ? വേറെ 10 പൈസ പണി കിട്ടൂല. കഴിഞ്ഞ ഇലക്ഷന് മൊത്തം കൊടിയടിച്ച് തരാം ഞാനാണ്. ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 5 വർഷമായി ഈ മിഷനുമ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട്. താൻ അതൊന്നും പറയണ്ട, ഒന്നും മിണ്ടായിരിക്കോ. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. നീ പ്രാർത്ഥിക്കണ ഞാനെന്ത് പറഞ്ഞതിന്? ഇത് ആവശ്യമില്ലാത്ത പണിയായിട്ട് വന്നേക്കണം മനുഷ്യന് ആദ്യം വേണ്ട ഈശ്വര വിശ്വാസ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിയാവോ? എന്ത് വൃത്തികളാണ് കാണിച്ചത്? എന്താണ്? ഞാൻ ഭഗവാന് തിരികെത്തിയെന്ന് വീഡിയോ എത്തിച്ചത്. എടാ ഭഗവാന് തിരികെത്തിച്ചിട്ട് ഭഗവാൻ 10 പൈസയുടെ കച്ചവടം നിനക്ക് തരണ്ട. ആരെങ്കിലും ഇവിടെ തയ്ക്കാൻ പറ്റണ്ട. കട്ടുള്ള വീഡിയോ ആയിരുന്നു. ഞാനൊരു വീഡിയോ എത്തിച്ചപ്പോ എനിക്കൊരു ഗുണം കിട്ടിയില്ലേ? എന്ത് ഗുണം കിട്ടി? എടാ ആദ്യം നീ നിന്റെ ഷേപ്പ് മാറ്റി. അപ്പഴേ ഇവിടെ ആരെങ്കിലും 10 ഇവിടെ തയ്ക്കാനായിട്ട് കയറി വരും. ഇതെന്ത് വേഷം കെട്ടാണ്? ഇത് എന്ത് കോലമാണ് ഇത്? എന്താ കുഴപ്പം? എന്താന്ന് പട്ടുകാക്കുള്ള കോളറും വെച്ചുകൊണ്ട് കയറി വന്നേക്കണം. ഞാൻ തയ്യൽ പഠിച്ചപ്പോ തയ്ച്ചിട്ട് ഷർട്ടാണ്. ഇത് മാറ്റാൻ പറ്റിയാൽ അറിയാവാ. അത് തന്നെയല്ല, ഇതിട്ടിട്ടാണ് എന്റെ ഭാര്യ തങ്കമ്മ എന്റെ കൂടെ ഇറങ്ങി വന്നത്. ഇത് മാറാതെ ഇട്ടിട്ടാണ് അവള് വേറെ ആരുടെ കൂടെ ഇറങ്ങി പോയത്. അതൊന്നും വിഷയം, ഇത് മാറ്റണ പരിപാടിയില്ല എനിക്ക്. ചേട്ടോ ഒന്നും കൂടെ വരുമെന്ന് തീർക്കാവോ അത്? എടാ ഷേവിങ് കഴിഞ്ഞാണ് ഇങ്ങനെ ഇറങ്ങി പോര്. നീ ഒരു പണി ചെയ്ത് അത് വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കാം. ഞാൻ അവന്റെ മുഖത്ത് പൗഡർ ഇടാൻ കാത്തിരിക്കണം. ചിലപ്പോ മുറിഞ്ഞായിരിക്കും, അതുകൊണ്ടായിരിക്കും. പിന്നെ മുറിയാണ് തീർന്നായിരുന്നു. പിന്നെ അത് എപ്പോഴേ കഴിഞ്ഞതാണ്? അത് പറയണ്ടേ? എത്ര എന്തൊക്കെയായിരുന്നു? പൊറോട്ട ഇറച്ചി. പിന്നെ ഹോട്ടലിൽ ഷേവിന് എത്ര രൂപയാണെന്ന് പറഞ്ഞു കൊടുക്കും. കൃതാവൊക്കെ ഓക്കെയാണ്. ഒരു 50 രൂപ. 50 രൂപയുള്ള ബെസ്റ്റ്. കാലത്തെ 2000 നോട്ട് കൊണ്ടുവന്ന് ഞാൻ അവിടെ നിന്ന് ചേഞ്ച് എടുത്ത് തരാനാണ്. ചേഞ്ച് വേണ്ടേ? ചേഞ്ച് വേണ്ടെന്ന് വെച്ചാൽ നീ ഒരു മര്യാദക്കാരനാണ്. കാലത്തെ കട തുറന്നതാണ്. ഐശ്വര്യമായിട്ട് കട തുറന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി കേക്കണേ. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവന്റെ സ്ഥിരം പരിപാടി. കാലത്തെ വന്ന് കട തുറപ്പിച്ച് സേവ് ചെയ്തിട്ട് 2000 നോട്ട് എടുത്ത്. കാശില്ലാതെ 2000 രൂപ ബാക്കി താൻ കൊടുക്കണം. 2000 രൂപ കാലത്ത് ഞാൻ എവിടെ നിന്ന് ചേഞ്ച് എടുത്തിട്ട് കൊടുക്കാനാണ്. പിന്നെ എന്തിനാണ് തുറന്നു വെച്ചോണ്ടിരിക്കണം? ചില്ലറയിലേക്ക് ആവശ്യമില്ലാതെ. ഞാനത് കടലാസൊന്നുമല്ലല്ലോ, പൈസ ഇല്ലെന്ന്. എടാ ഇനി ചേഞ്ച് വേണ്ടേ? എന്റെ പൈസ വേറെ ചേഞ്ച് ഇല്ലെന്ന്. എന്നൊരു കാര്യം പറ്റൂക്കലെഴുത്. പറ്റൂക്കലെഴുതുന്ന എന്താണ് ചായക്കട? ചായ കുടിച്ചിട്ട് പറ്റെഴുതാനായിട്ട് പിന്നെ ബാലൻസ് ഇല്ല. പിന്നെ അവനെന്ത് ചെയ്യും? അവന് പോകണ്ടേ? സ്ഥിരം വന്ന് ചെയ്യണല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇന്നലത്തെ കഴിച്ച് 7, ഇന്നത്തെ കൂടി കൂട്ടി 8 തവണയായി ഷേവ് ചെയ്തേക്കണം. 8×40 400 രൂപ എനിക്ക് ഇങ്ങോട്ട് തന്നെ ഒന്നിച്ചു തരാല്ല. ഒന്നിച്ചു തരാം. നിന്റെ ഭാര്യ ലില്ലിക്കുട്ടിയുടെ ബ്ലൗസ് ചോദിച്ചിട്ടുണ്ട്. അവളത് അളവിന്റെ കേസ് എന്തൊന്നും പറയണ്ടായിരുന്നല്ലേ? അളവ് എനിക്കറിയാല. അല്ല എന്റെ അടുത്ത് തന്നിട്ടുണ്ടല്ല, തയ്ച്ചു വെച്ചിട്ടുണ്ട്. കൊണ്ടുപോയിക്കോ. അല്ല അത് എത്ര? 80 രൂപ. 8 രൂപ. എനിക്ക് ചെവിയേക്കാ 80 അല്ലേ? എടുത്തിട്ട് ബാക്കിയതാ. അല്ല ഇത് 2000 തന്നു കഴിഞ്ഞാൽ. ഞാനത് പറഞ്ഞപ്പോ നീ വലിയ ഡയലോഗ് അടിക്കണ്ട. ചേഞ്ച് കൊടുക്കണ ഒരു എന്റെ നേരെ പ്രയോഗിക്കുന്നു ഞാൻ ഓർത്താ. എടാ ഒരു പണി ചെയ്യ്. 80 രൂപയാണ് ബ്ലൗസിന്റെ തയ്യക്കൂലി. റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ 50 രൂപയ്ക്ക് വന്നേക്കാം. എന്റെ വേറെ ചേഞ്ച് ഇല്ല സുഹൃത്തെ. സുനി ഒരു 20 രൂപ ഞാൻ ചായ കുടിച്ചിട്ടുള്ളത്. ഈ 2000 രൂപ ഞാൻ അവിടെ നിന്ന് ചേഞ്ച് തരാൻ. ചില്ലറ കൊണ്ടുവരണ്ട. നീ 2000 രൂപയായിട്ട് കുറെ നാളായാലും ഇങ്ങനെ മനസ്സിലായിട്ട്. ചേട്ടോ ആരൊക്കെ അറിയണ ഈ ചേട്ടാന്ന് വിളിക്കണം? നിനക്ക് 100 പൈസ ഇട്ടില്ല, എന്നിട്ട് എന്നെ കയറി ചേട്ടാന്ന് വിളിക്കണം. എന്തെങ്കിലും ചായ കഴിച്ചിട്ട് 2 ദിവസമായി. ഇവിടെ ചായ കുടിച്ചിട്ടില്ല. അതിന്റെ ഇടക്ക് അവൻ കഴിച്ചിട്ട് 2 ദിവസമായിരുന്നു.
ചേട്ടാ എന്റെ അനിയ ഇങ്ങോട്ട് വരണ്ട. നിന്റെ അനിയനാണത്? എന്റെ അച്ഛനാണ്. അവൻ എല്ലാരും ചേട്ടാന്ന് വിളിക്കോണ്ട് ഞാൻ അവൻ അനിയാന്ന് വിളിച്ചാണ്. ആവശ്യമില്ല. എന്നാ ചേട്ടാ ഒരു പണി എന്റെ ഇത് ആടി പഠിച്ചിട്ട് എനിക്കൊരു മുൾക്കാൻ വെച്ചു. താടി മേടിച്ച് ഉൾക്കാനും വെച്ചോ കല്യാണത്തിന് പോകാൻ പോയല്ലേ? നീ രണ്ടാം നടക്കണല്ലേ? ഇങ്ങനെയൊക്കെ തെണ്ടിയാ മതി, എന്നാലേ 10 പൈസ കിട്ടുള്ളൂ. അല്ല താൻ പണി പഠിക്കാണോ? ഒന്ന് ചെയ്തു വിടറോ. എനിക്ക് വൃത്തിയായിട്ട് പണി പഠിക്കാം. ചേട്ടാ എന്തെങ്കിലും ചേട്ടാ. എന്റെ പൊന്നു സുഹൃത്തെ 50 രൂപ തന്നെ ഉണ്ട്, പക്ഷേ 2000-ന്റെ നോട്ടാ. 2000-ന്റെ നോട്ടാണ്. അത് വിഷയമില്ല, ഞാനിപ്പോ ശരിയാക്കി തരാം. ഇങ്ങിതാ 1 2 3 4 5 950 1950 ഇവിടെ എന്റെ ദൈവപ്പിച്ചക്കാരൻ്റെ ഒരു ചേഞ്ചാ. അപ്പൊ അഞ്ചരിക്കണ ATM ആണോ? അതില്ല. ഇനി 2000-ന്റെ നോട്ട് മാറാണ്ട് എന്നെ വിളിക്കണം കേട്ടാ. ഞാൻ പോട്ടെ. ഉണ്ടെങ്കിൽ വിളിക്കണേ. ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു തെണ്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഞാനിപ്പോഴാണ്. എന്തായാലും ചില്ലറ എന്റെ 400 എടുത്തേ. ഇങ്ങോട്ട് താടാ. തിന്നി ലില്ലിക്കുട്ടിയുടെ ബ്ലൗസിന്റെ 80 രൂപ. 80. ആ ബാക്കി അത് 50. ബാക്കി 20 രൂപ ഞാൻ ലില്ലിക്കുട്ടിയോട് പറഞ്ഞോളാം. ലില്ലിക്കുട്ടിയോട് അവൻ പറഞ്ഞോളാം. അവര് തമ്മിൽ പറയും, അത് നാട്ടുകാർ പറയും, അത് കേട്ടി ഞാൻ നിന്നോട് പറഞ്ഞു. തനിക്ക് വേറെ പണിയൊന്നും ഇല്ല. എന്റെ ദൈവമേ, ഈ 2000 രൂപ കൊണ്ട് 2 മാസം സുഭിക്ഷമായിട്ട് ജീവിച്ചാണ്. ഇപ്പൊ കഴിഞ്ഞല്ല. അപ്പൊ നിങ്ങളൊരു തെണ്ടി പിച്ചക്കാരൻ. ആവശ്യമില്ലാത്ത പരിപാടി. അപ്പൊ നമ്മ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ കഴിഞ്ഞില്ല ഇതുവരെ. എനിക്ക് പണിയുണ്ട്. ഇല്ല, ഞാൻ കാര്യത്തിലേക്ക് വന്നില്ല. അപ്പോഴേക്കും ആലവലാതി ചക്കൻ കയറി വന്നു. എന്താണ് പറ. ഈ സുധാകരന്റെ മകനും കനകന്റെ മോളായിട്ട് എന്തോ ബന്ധമുണ്ട്. വൃത്തിയോടെ പറയരുത് കേട്ടാ. ഇവിടെ കനകന്റെ മോളെ എനിക്കറിയാവുന്ന. എന്റെ മോളോട് പഠിക്കണം, അറിയാവുന്ന എനിക്ക്. എടാ, കനകന്റെ മോള് ഇന്നലെ വേറൊരുത്തന്റെ കൂടെ ബൈക്കിന്റെ പുറകെ പോണത് ഞാൻ കണ്ടാടാ. ഇവിടെ തന്റെ എന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ. താനോട് കനകന്റെ മോളെ കുറിച്ച് ഇനി മേലെ പരിദൂഷണം പറഞ്ഞ എന്റെ അടുത്ത് വന്ന് വെറുതെ ഞാൻ പറഞ്ഞു കേട്ടാ. എനിക്ക് പണിയില്ലെങ്കിൽ അവിടെ പോയിട്ടോ. എനിക്കിവിടെ പണിയുണ്ട്, അറിയാവാ. ആരാണ് ബൈക്ക് അവളെ കൊണ്ടുപോയത്? ഒരു താടിക്കാരനാണ് കൊണ്ടുപോയത്. ഈ താടിക്കാരൻ എന്ന് പറയുമ്പോ എന്റെ ബലമായ സംശയം സുകേശന്റെ മോനാണെന്നാണ്. സുകേശന്റെ മോന് താടിയുണ്ട്, കുമാരന്റെ മോനും താടിയുണ്ട്. എടാ, സുകേശന്റെ മോന്റെ കയ്യിലിരിപ്പ് വെടിപ്പല്ല. എന്താണ്? സ്കൂളിൽ പഠിച്ച ടൈമില് അവൻ ഹിന്ദി ടീച്ചറെ കൊണ്ട് മലമ്പുഴക്ക് പോയ പാർട്ടിയാണ്, എനിക്കറിയാം. പറഞ്ഞു എന്താണോ പറയണം? എന്താണ്? താൻ പള്ളിക്കുടുത്ത് പോയതുകൊണ്ടോ ഗുരുശിക്ഷ ബന്ധമാണ് താൻ കൊളവാക്കണം? ഉള്ള കാര്യം ടീച്ചറെ കൊണ്ട് പോയെന്നാണ് പറയണം. വൃത്തിയോട് പറയണം. എന്റെ പരിധി ഈ കാര്യമായിട്ട് എന്റെ അടുത്ത് വന്നു വെറുതെ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ടീച്ചറെ കൊണ്ട് മലമ്പുഴക്ക് പോയി. മൂന്നാറല്ലേ പോയത്? മൂന്നാറല്ല, മലമ്പുഴക്ക്. മലമ്പുഴക്കാണോ? 3 ദിവസം അവൻ കൊണ്ട് നടന്ന് ഡാം കാണിച്ചിട്ടുണ്ടാവും. ഡാം കണ്ട് തിരിച്ചു വന്ന് ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോ ടീച്ചർ കാണിച്ച്. അത് ചിലപ്പോ വണ്ടി ചുരുക്കൊണ്ടായിരിക്കും. വണ്ടി ചൊരുക്ക് ഉണ്ടേണ്. എന്റെ വായനോലും കേൾപ്പിക്കരുത്. എടാ, സത്യമാണ് ഈ പറയണത്. ഞാനെല്ലാം കേൾക്കൊന്നും പറഞ്ഞു ഇതും പറഞ്ഞിട്ട് വരികയാണ്. ടീച്ചർമാരെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ ഒറ്റടി വെച്ചാൽ ഞാൻ അറിയാവാ. പോടോ, പോയി കടയിൽ പോയി വീട് പറഞ്ഞിട്ട് വെറുതെ ആവശ്യമില്ലാത്ത പണിയായിട്ട് പോകും. ഏത് ടീച്ചറാണ്? ടീച്ചർ നിന്റെ കൊണ്ടുപോയിന്ന്. അത് കട മുഴുവൻ കേൾക്കാൻ ചെയ്യണം. എന്റെ തെറിയും വിളിക്കണം. അല്ല, അപ്പൊ ടീച്ചർ ഏതാന്ന് ഞാൻ അറിയണ്ടേ, അതുകൊണ്ട് ചോദിച്ചല്ലേ. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ആഴ്ച നമ്മളെ പ്രഭാകരൻ ചേട്ടന്റെ കല്യാണം നടന്നില്ലേ? പ്രഭാകരൻ ചേട്ടൻ എന്താണ് വിശേഷം? കല്യാണം കഴിച്ചിട്ട് നരിമാനല്ല മരുമോൻ. ഇന്നലെ വീട്ടിലേക്ക് വിരുന്ന് വന്നതാ. അപ്പൊ നമ്മുടെ ഈ സിറ്റിയൊക്കെ ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുപോകാന്ന് കരുതി. പിന്നെ ഇത് ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ സിറ്റി അല്ലേ കാണിക്കാനായിട്ട്? അതല്ല, അവൻ ഡൽഹിയിലേക്കല്ലേ പഠിച്ചത്. അപ്പൊ അവന് ഇവിടുത്തെ സ്കൂളിലൊന്നും എടുത്തില്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. പിന്നെ മോനെ, ഈ സിറ്റിയിലെ മെയിൻ 2 ബിസിനസ് മാമാരാണ്. അത് മാത്രമല്ല അച്ഛന്റെ കൂട്ടുകാരും. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വീട്ടിലുണ്ടായിരുന്നു. മൂക്കുമുട്ട ബിരിയാണി പഠിച്ച് അച്ഛന്റെ പോക്കറ്റ് കാലി കവർ വിട്ടുന്ന കൂട്ടുകാർ. അല്ല, അന്ന് രാത്രിയാണ് നോട്ട് അസാധുവാക്കിയത്. അതുകൊണ്ട് പഴയ നോട്ട് എടുത്തിട്ട് ഞങ്ങൾ കവർ. അല്ലെങ്കിൽ നീ കുറെ ഒലത്തേനെ. പിന്നെ വേറെ കാര്യം മോനെ, ഇത് രായപ്പൻ മുടിവെട്ടാ. വെറും വെട്ടല്ല, സ്റ്റെപ്പ് കട്ട്, ബ്രൂസ്ലി കട്ട്, മദാമ കട്ട്, സിലോൺ കട്ട്, എല്ലാം കട്ടും. എന്തിന്? അച്ഛന്റെ മുടി വരെ വെട്ടണത് ഈ ഞാനാണ്. ഇയാളുടെ മുടി എറണാകുളത്ത് പോയാ വെട്ടണം. കാരണം ഞാൻ ഇത്തിരി സ്റ്റൈൽ ആഗ്രഹിക്കുന്നു. ഒരു ഋതിക് റോഷൻ സ്റ്റൈൽ. പിന്നെ ഇത് ചന്ദ്രൻ ടൈപ്പാണ്. കണ്ടാലറിയാം, ഒരു ടൈപ്പാണ്. മോന്റെ പേരെന്താണ്? വെട്ടളീറ്റോ. വെട്ടണീറ്റൊന്നോ? പെറ്റിനിറ്റോ. ഡൽഹിയിലല്ലേ പഠിച്ച ഫാഷൻ. എന്താ ജോലി? എന്താ? ബിസിനസ്. പണിയില്ലാത്തവർക്ക് അത് പറയാം. അല്ലല്ല, എക്സ്പോർട്ട് ഇമ്പോർട്ട്. കയറ്റുമതി ഇറക്കുമതി. അതെ, ലോഡിംഗ് തൊഴിലാളി. ഡൽഹിയിലൊക്കെ അങ്ങനെയൊക്കെ പറയും. ഡാഡ് അച്ഛാന്ന് വിളിച്ചതാണ്. അപ്പൊ ആടിനെ എന്ത് വിളിക്കും? ആട് എന്ന് വിളിക്കും. എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമായിരുന്നു. അതെ, നിങ്ങൾ ചിരിക്കണ്ട.
അവൻ ഇവിടുത്തെ സിസ്റ്റം ഒന്നും അറിയാൻ പാടില്ല. അയ്യോ എന്റെ മോനെ, ലോകത്ത് എവിടെ പോയാലും മൂത്രമൊഴിക്കാൻ ഒറ്റ സിസ്റ്റം ഉള്ളു. പോകുമ്പോ ചെല്ലി. മോനെ, അവിടെ ഒരു വേലി കണ്ട, അതിന്റെ താഴത്തൊരു വട്ടക്കോട്ടം തേക്ക് നിൽക്കണ്ട, അതിന്റെ താഴത്ത് പോയി കാര്യം സാധിച്ചു. ഓക്കെ ചല്ലി. വീട്ടിൽ നിന്ന് ഒരുക്കി വിട്ട് നടക്കണ എവിടെ കിട്ടിയോ ഈ സാധനത്തിനാ? എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു തങ്കപ്പെട്ട ചെക്കനെ കിട്ടി തന്റെ ഭാഗ്യമാണ്. അതെ അതെ അതെ. എനിക്കറിയില്ല എത്ര കല്യാണാലോചനകൾ എന്റെ മോൾക്ക് വന്നതാണ്. ഈ ജംഗ്ഷനിൽ ഒന്ന് അന്വേഷിക്കുമ്പോ അതല്ല ആലോചിപ്പോൾ റാപ്പിനടുത്ത് വന്ന് ചോദിച്ചു. ആരുടെ ചോദിക്കാത്തോണ്ടാണ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മ കാര്യം പറഞ്ഞു ആ വിടുവല്ലോ. കാര്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ എത്ര നേർച്ചകൾ ഞാൻ നേർന്നു. അവസാനം അറ്റയ്ക്ക് ചാത്തന്റെ നടക്കെ കൊണ്ട് കരിങ്കോഴിനെ അങ്ങ് നേർന്നു. അങ്ങനെ നേർന്നു കിട്ടിയ ചെക്കനായത്. കരിങ്കോഴിനെ നടന്നു കിട്ടിയിരിക്കണ ആ. അവര് തമ്മില് നല്ല മാറ്റാണ്ടാവും. ഒരു അംഗവാലിന്റെ കുറവേ ഉള്ളൂ. ആ എടാ ഞാൻ ജംഗ്ഷനിൽ ഇപ്പൊ നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ്റെ കടടാ മുമ്പിൽ. ഡാ, ഡാ, ഡാ. ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ നിന്നെ ഒന്ന് കാണാൻ നടക്കിയിരുന്നു. ഞാനും ചേട്ടനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ട സ്ഥിതിക്ക് എന്താന്ന് വെച്ചാൽ ആയിക്കോ ഞങ്ങൾ കണ്ടു. അതെ. പറഞ്ഞ നീ പോടാ, ഒരു 500 രൂപ 500 രൂപ ആ. അത്ര ഉള്ള മേടിച്ച 500 കാണാ. ഞാൻ വിചാരിച്ച് അതാ കൊടുത്ത എനിക്ക് മേടി. ഈയുടെ 2000 നോട്ട്. എടാ ഇതിനും മാത്രം 2000 തൊട്ട് നിനക്ക് ഇവിടുത്തെ എവിടെ നടാ? ഇവിടെ 2000 നോട്ട് കൊണ്ട് ഞാൻ ചെയ്യണടാ. എന്റെ വേറെ ചേഞ്ച് ഇല്ലെന്ന്. നീ എനിക്ക് 500 രൂപ ഞാനോട് കൊണ്ട് മാറാനാ. ഇത് മൊത്തം 2000-ന്റെ അഭിഷക്കാരൻ നിനക്ക് ബാലൻസ് വന്നില്ലടാ 2000 രൂപയുടെ ചില്ലറ വന്നില്ലേ? അതെനിക്ക് കടയിൽ സാധനങ്ങൾ പിടിച്ച് അവിടെ തീർന്ന് ഞാൻ വെറുതെ പറ്റിക നോക്കട്ടെ. 2000 കിടക്കണം. എന്താ 500 രൂപ? എന്റെ സുഹൃത്ത് എന്റെ ഇല്ല. നിന്റെ ഇല്ല. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ഇവന്റെ വർഗ സ്വഭാവം. ഇവന്റെ തന്തെ മേടിച്ച കൊടുക്കാത്തവരാ. ആര് പറഞ്ഞു? ഇവൻ പറഞ്ഞു. ഞാൻ വെറുതെ നിൽക്കണൂടാ. താനങ്ങനെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞു കാണും. ഈ ആവശ്യമില്ലാത്ത വർത്താനം. നിർത്തേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താടാ? എന്നെ എന്ത് വേണേലും പറഞ്ഞു. എന്താടാ? എന്റെ തന്തേനെ പറയാൻ നിൽക്കരുത്. ഇല്ലാത്ത പറഞ്ഞാൽ ചൂടാകല്ലേ? എന്നെ പറയൂടാ നീ മര്യാദ പൈസ. ഇവിടെ താൻ എന്നെ പറഞ്ഞ തന്റെ കുടുംബത്തിനെ കുറിച്ച് ഞാനും പറയും. നീ എന്താണ് എന്നോട് പറയാനുള്ളത്? ഇവിടെ തന്റെ മോളുടെ കല്യാണത്തിന് മുമ്പ് അവൾ എത്ര പേരെ കൂടെ ഇറങ്ങിപ്പോയെന്നറിയോ? എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ട്? ഒരു 5-6 പേരുടെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. 6 പേരുടെ കൂടെ ഞാൻ പോണു. നീ എപ്പോ വന്ന്? ഞാൻ കുറെ നേരമായി. നമുക്കേ വീട്ടിലേക്ക് പോവാം. അല്ലല്ല പ്രാർത്ഥിച്ചിട്ട് നിക്ക്. നമ്മളെന്ത് നാട്ടുകാരാണ്? എന്താണ്? ആ പെണ്ണിനെ കെട്ടി ചെറുക്കനാണ് നീക്കണത്. ആ അവന്റെ മുമ്പ് അവൾ 5-6 പേരുടെ കൂടെ ഇറങ്ങിപ്പോയാണെന്ന് പറയണത് നമ്മൾ നാട്ടുകാർ മോശമല്ല കാണിച്ചത്. അതൊക്കെ മോശമാണ് നമ്മൾ കാണിക്കണ പരിപാടി. അത് പറഞ്ഞത് മോശമായി പോയി. എന്നാലും പ്രഭാകരൻ ചേട്ടന്റെ മരുമോൻ എന്തെന്ന് അറിയണം. അവനാണല്ലേ? എന്താണ്? അവനാണെങ്കിൽ അവന് ചോദിച്ചൂടെ ഈ 5 പേരുടെ കൂടെ എന്റെ പെണ്ണ് പോയതാണെന്നൊക്കെ? 5 പേരുടെ കൂടെ എന്റെ പെണ്ണ് പോയതാണ്. മോനെ, ഇതൊക്കെ നമ്മൾ വഴിയിൽ നിന്നല്ല സംസാരിക്കേണ്ടത്. നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. അങ്ങനെയല്ലല്ല, കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാതെ അങ്ങനല്ലല്ലോ. കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാതെ ഞാൻ ഇങ്ങനെ ഇതൊക്കെ നടക്കണ മോനെ. നല്ല ഇറച്ചിക്കറി കച്ചുണ്ടാക്കി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. പിന്നെ പക്ഷെ 2 പേരുടെ കൂടെ പോയ കഥ എനിക്കറിയാം. നമ്മുടെ സുഭാഷ് ചന്ദ്രനും. ആ അത് ശരിയാണ്. പക്ഷെ 2 പേരുടെ കൂടെ പോയ കഥ ആർക്കൊക്കെ അറിയാം. ആ സുഭാഷൻ ചന്ദ്രൻ ഏതാ? സുഭാഷ് ചന്ദ്രനല്ല, സുഭാഷ് ചന്ദ്രൻ ഒരാളാണ് മോനെ. നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം മോനെ. ഒരാളാണെന്ന് പ്രഭാകരൻ ചേട്ടൻ സമ്മതിച്ച സ്ഥിതിക്ക് അവനാണെങ്കിൽ നോക്കി നിക്കോ? അവൻ ചോദിക്കണം. കൊരക്കിന് കുത്തിപ്പിടിക്കും. ഇപ്പൊ നോക്കാനൊന്നുമില്ല, പിടിച്ചൊരു തള്ളങ്ങട് കൊടുക്കും. ദൈവമേ, നെഞ്ചു തല്ലിയാളുടെ വീട്. തടകൊടഞ്ഞൊക്കെ പ്രഭാകരൻ ചേട്ടൻ എന്നിട്ട് വരുമാനിട്ടൊരു നോട്ടം നോക്കും. പക്ഷെ ഒന്നും ചെയ്യാനൊക്കെ അല്ല. മകളൊക്കെ അടിച്ചു കൊടുത്തില്ല, തല്ലാൻ പറ്റൂല. ആര് പറഞ്ഞു? പക്ഷെ നമ്മുടെ പ്രഭാകരൻ ചേട്ടനൊരു പാരമ്പര്യമുണ്ട്. പ്രഭാകരൻ ചേട്ടന് ഈ സിറ്റിയിൽ നിന്ന് ആരെങ്കിലും തല്ലിയിട്ട് വിട്ടിട്ടുണ്ടാ പുള്ളി തിരിച്ച് തല്ലിയിരിക്കും. ഒന്നാമത്തെ മേലും നിൽക്കുകയാണ്, കൊരക്ക് വേദന എടുക്കുന്നുണ്ട്. ആണോ? തൊട്ട് പുറകിലൊരു വടി കിടപ്പുണ്ട്. അടുത്തൊരു അടി വെച്ച് കൊടുക്കാനും മതി. എനിക്ക് മനുഷ്യരുടെ കാര്യമാണ് ഇതൊക്കെ. അയ്യോ, ഇതെന്താണ് വെട്ടിയ മരം പോലെ ഇത് ആടണത്? ഒരു ചവിട്ട് വെച്ച് കൊടുത്താൽ മറിഞ്ഞു വീടോളും. അതെ, ഇവരെന്തിനു കൊണ്ടുവന്നാണ്? സിറ്റി കാണിക്കാൻ. എന്നാ അടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അല്ല അവിടെ കിടന്ന് ചത്തു. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. 2 അടി ബാലൻസ് ഇപ്പൊ ഉണ്ട്. നീ കിടന്ന് നിർത്തി പിടിക്കല്ലേ. തന്റെ വീണതിന്റെ തല്ലി മേടിച്ചിരിക്കണം. നമ്മുടെ വില്ലേജ് ഓഫീസർ ജലജിയില്ലേ, ആ അവള് വെടിപ്പാണെന്നാണ് കരുതിയേക്കണത്. എന്താണ്? ആള് ശരിയല്ല. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഇന്നലെ വൈകിട്ടേ പഞ്ചായത്ത് സെക്രട്ടറി വീട്ടിൽ നിന്നാ പൊക്കിയതവളാ. അത് ഫയല് നോക്കാൻ പോയതായിരിക്കും. അതിനൊക്കെ 12 മണിക്കല്ലടാ ഫയല് പഠിക്കാൻ പോണത്. ഇതേപോലെ ഫയല് പഠിക്കാൻ പോയതാണ് നമ്മുടെ പ്രഭാകരന്റെ മോള് കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞത്. എന്നിട്ട് ഫയല് പഠിച്ചാണ് ഇപ്പൊ. അതെ, എന്താടാ നിനക്കൊന്നും കിട്ടിയത് പോരാടാ. പോയി. അപ്പൊ ഈ പ്രഭാകരന്റെ നിർത്തണം. വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ച് വിഭിന്നമായ കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ താരമാണ് കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇന്നത്തെ അതിഥി. ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട മനോജ് കെ ജയൻ.
കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ തഞ്ചത്തിലു മീനും പിടിക്കണം കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമുതേ അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമിതിമുതേ കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി ഹലോ ഹായ് ഹായ് മോളെ സുഖല്ലേ സുഖം സുഖം നന്നായിരിക്കും ഞാൻ കാണാറുണ്ട് അനുസിപ്പ ഒന്ന് തകർത്തുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു സോ മച്ച് മനോജേട്ടനെ പോലുള്ള ഒരാളത് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും വളരെ അധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് കോമഡി സൂപ്പർ നൈറ്റ് 2ന്റെ ഈ വേദിയിലേക്ക്. തീർച്ചയായും താങ്ക് യു ഞാനിത് 3-ാം തവണയാണ് കോമഡി സൂപ്പർ നൈറ്റിലെത്തുന്നത്. ഓരോ പാട്ടുകൾ ഹിറ്റാവുന്ന സീസണിലാണ് കേട്ടോ മനോജേട്ടൻ എത്താറുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? പണ്ട് മലരെ പാട്ട് അന്ന് വന്നപ്പം മലരെ ഭയങ്കര തരംഗമായിരുന്നു. ഇപ്പം ഞാനും എൻ്റെ ആളും ഹിറ്റാണ്. അതിപ്പോ വന്നിട്ട് ഇപ്പൊ വാട്സപ്പിലൊക്കെ എന്തെല്ലാമൊക്കെ വരുന്നത്. ഇന്നലെ നോക്കിയപ്പോ കഥകളി പദം പോലെ പൂമരം പാടിയിരിക്കുന്നു. പൂമരം പൊക്കി ഞാനും അവളെ നോക്കി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സ്റ്റൈലിലൊക്കെ ഇത്രയും പോപ്പുലർ ആയിട്ടൊരു പാട്ട്. എനിക്കത് മലരിനേക്കാളും കുറച്ചുകൂടെ മേളിൽ ഒരുപാട് വേർഷൻസ് ഇതിന് കണ്ടെത്താൻ പറ്റും. എൻ്റെ വീട്ടിലെ കുഞ്ഞ് അമൃത് അവനും പാടി തുടങ്ങി. 4 വയസ്സേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു, മോൻ ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം? അപ്പം ഞാനും ആ ഞാപ്പ് പെയ്യും പൂമയം കൊണ്ട് കപ്പയുണ്ടാക്കി കപ്പയാഴേ പുക്കായക്കാരി കുപ്പായക്കാരി അവന് കിട്ടുന്നില്ല. പൂമരം പൊക്കി അച്ഛൻ പൂമരം പൊക്കിയല്ല പങ്കായം പൊക്കി അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിന്. അപ്പോ ചേട്ടനാ പാട്ട് ഭയങ്കര ഇഷ്ടമായോ? പിന്നെ നല്ല ഒരു ഭയങ്കര സുഖമുള്ള സോങ് അല്ലേ, ആർക്കും പാടാം. എന്തായാലും സംഗീത കുടുംബത്തിൽ നിന്നും വന്നൊരു വ്യക്തിയാണ്, അതുകൊണ്ട് നമുക്ക് പാട്ട് പാടി തുടങ്ങിയാലോ? അപ്പൊ ഇവർക്കൊക്കെ വേണ്ട പാടല്ല. 40 പേര് ഇവിടെ ഉണ്ടല്ലോ. അതെ അല്ലേ? ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ ആ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. താങ്ക് യു. അപ്പൊ നമ്മള് പൂമരം കൊണ്ടൊരു കപ്പലുണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ആ കപ്പലിലൂടെ കുറച്ചു നേരം സംസാരിച്ച് യാത്ര ചെയ്യാം അല്ലേ? പറഞ്ഞു. അപ്പൊ ഈ കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ കടലിൽ ആണല്ലോ പോവാ, അപ്പൊ ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ദൂരദർശൻ ചാനലില് കുമിളകൾ എന്ന പരമ്പരയിലൂടെയാണ് നമ്മുടെ മനോജേട്ടൻ എത്തിയത്. ഇതൊക്കെ എങ്ങനെ അറിയാൻ? അതൊക്കെ ഞാൻ അറിഞ്ഞു. അത് 86-ൽ ഞാൻ അഭിനയ ഭ്രമം മൂത്ത് വീട്ടിൽ പറഞ്ഞിട്ടില്ല. കാരണം വീട്ടിൽ പറഞ്ഞാൽ എന്ത് കരുതും. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ അഭിനയത്തിൽ യാതൊരു ബന്ധവുമില്ല. ഏകാംഗ നാടകമോ മോണോ ആക്ടോ മിമിക്രി ആയിട്ടോ ഒരു ബന്ധവുമില്ല. പക്ഷെ യുവജനോത്സവ വേദികൾ സജീവ സാന്നിധ്യമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതവിടെ ചുമ്മാ ചില നാടോടി നൃത്തം, ലളിതഗാനം, കഥകളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാൻ അവിടെ കാഴ്ചക്കാരൻ കേട്ടോ. അത്യാവശ്യം വായി നോട്ടും, അല്ലാതെ വേറെ കൂടുതലായിട്ടൊന്നുമില്ല. ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ലളിതഗാന വേദി ഭയങ്കര ഇഷ്ടമാണ്. അന്ന് സ്ഥിരം പാട്ടാ
ഘനശ്യാമസന്ധ്യാഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമസന്ധ്യാഹൃദയം. ഈ പാട്ടൊക്കെ ഒന്ന് സജീവമാണ്. പിന്നെ രാധയെ കാണാത്ത മുകിൽ വർണ്ണനോ നീ, സീതയെ വേർപെട്ട ശ്രീരാമനോ. രാധയെ കാണാത്ത മുകിൽ വർണ്ണനോ നീ, സീതയെ വേർപെട്ട ശ്രീരാമനോ. ഈ പാട്ടൊക്കെ സജീവമാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ. ഇപ്പത്തെ 16-ാം തീയതി തുടങ്ങാൻ പോവാണ് കണ്ണൂർ യുവനോത്സവം. അപ്പൊ എന്താ പറഞ്ഞത് നമ്മൾ കുമിളകളിലേക്ക് എത്തിയ കാര്യം? കുമിളകളിൽ അങ്ങനെ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അങ്ങനെ അവിടെ ചേരുകയും അവിടുത്തെ ഡിപ്ലോമ 1 ഇയർ കോഴ്സിന് ചേരുകയും എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഡിപ്ലോമ കോഴ്സ് ഈ പരീക്ഷ എഴുതുന്നതിന് ഒരു 3 മാസം മുമ്പ് എനിക്ക് ഇവിടെ ഒരു ഗ്ലാൻഡ് ഇങ്ങനെ വന്നു. അപ്പോൾ അത് ഓപ്പറേഷന് വേണ്ടി ഞാൻ കോട്ടയത്തേക്ക് പോന്നു. പക്ഷേ ആ ഓപ്പറേഷനും പിന്നെ റെസ്റ്റും ഒക്കെ ആയപ്പോൾ എനിക്ക് ഡിപ്ലോമ കോഴ്സ് പരീക്ഷ എഴുതാൻ പറ്റില്ല. ഭയങ്കര ഡെസ്പായി. അവിടെ അപ്പോൾ വീട്ടിലിങ്ങനെ തകർന്നിരിക്കുകയാണ്. ഒരു കോൾ, വേറെ ആരുമല്ല, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഞങ്ങളുടെ ആക്ടിങ്ങിൻ്റെ സാർ പ്രൊഫസർ ആദം അയ്യൂബ് എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ കോൾ എടുത്തു. മനോജ് എവിടെയാണ്? ഒത്തിരി നാളെയല്ലോ ട്രിവാൻഡ്രത്തേക്ക്, എഴുതിയില്ലോ ഡിപ്ലോമ. ഞാൻ സാർ ഇങ്ങനെ ഒരു സർജറി ആയിപ്പോയി, അതിന് വരാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഒരു സന്തോഷ വാർത്തയുണ്ട്, ഞാനൊരു സീരിയൽ ചെയ്യുന്നു. ആ സീരിയൽ നായകൻ മനോജാണ്. അപ്പം ഞാൻ ഞെട്ടിയടാ, ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല, നാട്ടിലേക്ക് പോന്നിട്ട് അവിടെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കാർ സെക്കൻഡ് റാങ്ക് ഒക്കെ വരിയായിട്ട് എടുത്തിട്ടുണ്ട്. അവരെ ഒന്നും എടുക്കാതെ സാർ എന്നെ ചൂസ് ചെയ്ത്, അതിന്നും ഒരു അത്ഭുതമായിട്ട് എനിക്ക് ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ്. അങ്ങനെയാണ് കുമിളകൾ എന്ന സീരിയലിലേക്ക് കടക്കുകയും കുമിളകൾ എന്ന സീരിയൽ കൊണ്ടാണ് എനിക്ക് സിനിമയിലേക്കുള്ള ഒരു വാതിലും തുറന്നതെന്നുള്ള വളരെ തുറന്ന് ഞാനോട് പറയുകയാണ്. താങ്ക് യു. ഈ മലയാള സിനിമയിലേക്ക് വന്ന ആ ഒരു സമയത്ത് തന്നെ തമിഴ് ഇൻഡസ്ട്രിയിലേക്കും വളരെ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റി, അതും വലിയൊരു പടത്തിലൂടെ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഹിറ്റ് മൂവി സൂപ്പർ സ്റ്റാറിന്റെ ദളപതി. നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ദളപതി മമ്മൂക്ക. ഇവരും രണ്ടുപേരും ഒന്നിക്കുന്ന സിനിമ ഭയങ്കര സംഭവമാണ്. മൾട്ടി സ്റ്റാർ. മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒന്നിക്കുന്നു. മണിരത്നം ഡയറക്ഷൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ ന്യൂസ് വായിച്ചിട്ടിരിക്കുക. നമുക്ക് അതിനെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഏരിയയാണ് അങ്ങനെ ഒരു സിനിമ. കാരണം എൻ്റെ അന്നത്തെ എക്സ്പീരിയൻസ്, ഞാൻ ഈ 2-3 കുഞ്ഞു സിനിമ ചെയ്തിട്ടുള്ളൂ. ഈ പറഞ്ഞ മറുപുറോ അനന്തവൃത്താന്തവും പെരുന്തച്ഛൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെയത് വഴി വന്നു എന്നുള്ളതാണ് എൻ്റെ രസം. വേറൊന്നുമല്ല, അത് പെരുന്തച്ഛൻ്റെ കുറച്ച് റീൽസ്. സന്തോഷ് ശിവൻ വർക്ക് ചെയ്ത സിനിമയാണ്. സന്തോഷ് ശിവനാണ് ദളപതിയും വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മണിരത്നം സന്തോഷ് ശിവൻ്റെ വർക്ക് കാണാൻ വേണ്ടി, കുറച്ച് റീൽസ് കാണാൻ വേണ്ടി ചുമ്മാ AVM സ്റ്റുഡിയോയിലെ തിയേറ്ററിൽ ഇട്ട് കണ്ടു. പെരുന്തച്ഛൻ്റെ 2-3 റീൽ ഇട്ട് കണ്ടു. ഇപ്പോൾ ഇറങ്ങി കഴിയുമ്പോൾ ചോദിച്ചു, സംസാരിച്ചപ്പോൾ പറഞ്ഞു, അല്ല സന്തോഷ്, അതിലൊരു തല മുട്ടയടിച്ചൊരു ആൾ വന്നല്ലോ, ഒരു ആക്ടർ വന്നല്ലോ, അതാരാ? അപ്പോൾ പറഞ്ഞു, അത് സാർ അത് മനോജ് കെ ജൻ എന്നാണ് പേര്. പുള്ളി ഇപ്പോൾ ഒരു അപ്കമ്മിങ് ആക്ടറാണ്. പുള്ളിയോട് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയൂ, നമുക്കൊരു വേഷമുണ്ട് കൊടുക്കാം. അങ്ങനെയാണ് ദളപതി എന്ന ആ ബ്രഹ്മാണ്ഡ ചിത്രത്തിലേക്ക് മണിരത്നം എന്ന് പറയുന്ന ഇന്ത്യയിലെ എന്നും എപ്പോഴുമുള്ള അത്ഭുത പ്രതിഭാസത്തിൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള അവസരം വന്നത്. ഈ അടിക്കുന്ന ഷോട്ടുകളൊക്കെ ചെയ്യുമ്പോൾ പേടിച്ചിട്ടുണ്ടായിരുന്നു? എങ്ങനെ? അതെന്ന് വെച്ചാൽ ഇത്രയും ഭയങ്കര ഫാനല്ലേ ഞാൻ, ഭയങ്കര ഫാനല്ല. അതാണ് ഞാൻ രജനീകാന്തിനെ തള്ളുന്ന ഷോട്ടുണ്ട്, ഡയലോഗ് പറഞ്ഞ് തള്ളണം. അപ്പം നിങ്ങൾ പടം കണ്ടാൽ അറിയാം. അടിറാക്കമ്മ കയ്യത്തട്ട് ടാക് ടാക് ടക 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 ടക്. ആ പാട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ക്ലോസ് എൻ്റെയാണ്. ഇത്രയും ക്ലോസ് ഞാൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. രജനി സാർ പാട്ടൊക്കെ കഴിഞ്ഞിങ്ങനെ ഭയങ്കര കാഷ്വലായിട്ട് പാതിരാത്രിക്ക് ഒരു തെരുവിൽ കൂടെ നടന്നു വരുമ്പോൾ ഞാൻ പയ്യെ എണീക്കും, ചായ ഇവിടെ വെച്ച് എണീക്കും. രജനി സാർ നേരെ മുമ്പേ ഒന്നിക്കും. അൻസിബ കൊണ്ട് തള്ളാൻ ഒരു നിർത്തി. ഞാൻ സാധാരണ ആങ്കർമാരോട് നിൽക്കുമ്പോൾ ഞാൻ അവരെ പിടിച്ച് തള്ളാറുണ്ട്. കഴുത്തിന് വല്ലതും പിടിച്ച് തള്ളാം, വേണ്ട മൈക്കൊക്കെ പോകും, വേണ്ട. അപ്പോൾ ഇങ്ങനെ ആക്ഷൻ കാണിക്കണമല്ലോ. അപ്പോൾ ദേവരാജ് അനപ്പനാർ கையோட கூட்டு வர சொன்னார். நீயே வரியா இல்லை கூட்டு போகணுமா? அப்போ ரஜினி சார்ந்த டைலாഗ്, ஏய் என்னோட தேவராஜ் வேணும், என்ன வந்து பார்க்க சொல்லு, நான் வரமாட்டேன், അങ്ങനെ തന്നെ പറയും. ഏയ് എന്നടാ சொன்னேன் 3 തള്ളുന്ന നെഞ്ചിന് പിടിച്ച്. ഡയലോഗ് ഞാൻ ഒരു വിധത്തിൽ ഒപ്പിച്ച് പറഞ്ഞു. ഈ തള്ളുന്നത് എങ്ങനെയാണ് സുഹൃത്തുക്കളെ?
ഇത്രയും വലിയൊരു ഭയങ്കര സൂപ്പർ സ്റ്റാർ അത് നെഞ്ചിന് പിടിച്ച് തള്ളുകയെ എനിക്ക് കൈ വരുന്നില്ല. എന്നടാ സൊന്നെ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. സോറി കേട്ടോ, സോറി അൻസിബ. അപ്പോ മണിസാറിനും സന്തോഷ് ശിവനും അത് കത്തി എന്തോ അവിടെ കുഴപ്പമായിട്ടുണ്ട്. അവരിങ്ങനെ ക്യാമറയും വെച്ച് ഇങ്ങനെ മോണിറ്റർ വെച്ച് കണ്ടോണ്ട് ഉടനെ ഇവര് മണിസാർ എന്നാ മനോജ് എന്നാച്ച് ഞാൻ ഇല്ല സാർ അവരുടെ പെരിയ ഫാൻ എനിക്ക് കൈ വരല സാർ. ഉടനെ രജനീകാന്ത് ശ്രദ്ധിച്ചു എന്നാச்சு என்னாச்சு கை வரல அதெல்லாம் பார்க்காத அபிநய நடிப்பில் அதெல்லாம் பார்க்காத நீ பண்ணுங்க பண்ணு கை கொடு இப்படி அடி என்ன ഡയലോഗ് എന്നാ சொல்லிட்டு இப்படி അടി 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 3 അടി കൈ പിടിച്ചെന്നെ നോക്കിക്കോണ ഒരു കോർട്ടിസ്റ്റ് തരുന്ന ഒരു പിൻബലം നോക്കുക. അത് ഇത്രയും വലിയ ആക്ടർ അങ്ങേര് തന്നെ നമ്മളെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ രജനീകാന്ത് എന്നെ കൈ പിടിച്ച് നെഞ്ചത്തടിച്ച് 3 അടി അടിച്ച് ആ ഷോട്ട് അങ്ങനെ ഫിനിഷ് ചെയ്തു. ഹലോ ഗഡോൽ ഗജൻ. ഗഡോൽ ഗജനോ? മനോജ് കെ ജയൻ. മനോജ് ഗജനാന്ന് എനിക്കറിയാം, പക്ഷെ സിനിമയിൽ ഇദ്ദേഹം ഒരു ഗഡോൽ ഗജനാ. അത് ശരിയാ. ഹലോ ഹലോ. ഞാൻ മനോജ് ഖേനെ അറിയുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നത് പോലെ അറിയാൻ പാടില്ല. അതെന്താ? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചേട്ടൻ അറിയുന്നത്. എന്റെ ജീവിതം നശിപ്പിച്ച മനുഷ്യനാണ് നിൽക്കുന്നത്, അറിയാമോ? എങ്ങനെ? എപ്പോഴോ? എന്താ പറയുന്നത്? ഓർക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കണം. നെഹ്റു സ്റ്റേഡിയം അറിയാമോ? കൊച്ചിയിലുള്ള. അറിയാം. അവിടെ ഇന്ത്യൻ ടീം ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വന്ന ദിവസം അന്ന് ഞാൻ ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവിടെ സീറ്റിൽ ഇരിക്കുന്നു, തൊട്ടപ്പുറത്ത് മനോജ് കെ ജയൻ ഇരിക്കുന്നു. ആര് പോയി? ഞാൻ പോയിട്ടില്ല. ആ കളി എവിടെ നടന്നറിയാം, പക്ഷെ ഞാൻ ആ ഏരിയയിൽ പോയിട്ടില്ല സുഹൃത്ത്. തൊട്ടപ്പുറത്ത് മനോജ് ഖേൻ ഇരിക്കുന്നു. ഞാൻ ഇല്ല, അവിടെ ഇരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് മനോജ് ഖേൻ ഇരിക്കുന്നു, ഇപ്പുറത്ത് ഞാൻ ഇരിക്കുന്നു. മനോജ് ഖേൻ എന്നെ നോക്കി ചിരിച്ചു, ഞാൻ മനോജ് ഖേനെ നോക്കി ചിരിച്ചു. ഞങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചിരിയായി. ഇതിന്റെ ഇടയിൽ മനോജ് ഖേനോട് ഭയങ്കര കമ്പനി ഞങ്ങൾ തമ്മിൽ. അപ്പൊ ഞാൻ ഞാൻ ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയായി. അപ്പൊ ഞാൻ മനോജിനോട് പറഞ്ഞു, സാറിനോട് പറഞ്ഞു, സാറേ ഒരു കാര്യം ചെയ്യുക, എന്റെ വീട്ടിലൊന്ന് വരാമോ? സാർ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു വെയിറ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ എപ്പോ എനിക്കറിഞ്ഞൂടാ. അത് ഉള്ള കാര്യമാണത്. സാർ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു വെയിറ്റ് ആയിരിക്കും, സാർ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അതിനെന്താ വരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സാർ എന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും കണ്ടെടുത്ത് മനോജ് ഖേൻ അങ്ങോട്ട് കണ്ടിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഇടയിൽ പെങ്ങളും കയറി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഞാൻ വീണു. പെങ്ങള് കയറി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഞാനുള്ള കാര്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത് കോമഡി സൂപ്പർ നൈറ്റ് ആണ്, ഇത് ട്രാജഡി സൂപ്പർ നൈറ്റ് ആക്കുന്നത്. എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഇന്നത്തോടുകൂടി എന്റെ കോമഡി സൂപ്പർ നൈറ്റ് തീരും. അല്ല പെങ്ങൾ അങ്ങനെ കയറി ഇഷ്ടപ്പെട്ടിട്ട് പെങ്ങളെ ഞാൻ മനോജ് ഖേന് കെട്ടിച്ചു കൊടുത്തു. അങ്ങനെ പെങ്ങളെ മനോജ് ഖേന് കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ ഈ പറയുന്ന മനോജ് കെ ജയൻ ഷൂട്ടിങ്ങിനും പോണില്ല, പണിക്കും പോണില്ല, ഒന്നുമില്ല. അവസാനം ചോദിച്ചു പിടിച്ചരച്ചു വന്നപ്പോൾ അറിയണത് ഒറിജിനൽ മനോജ് ഖേൻ അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് മനോജ് ഖേൻ. ഞാൻ കാര്യം പേടിച്ചു പോയി. ശ്വാസം നേരെ ഞാൻ കാര്യം പറയാ. ഇത്ര ആൾക്കാർ കേൾക്കല്ലേ, നിങ്ങൾ ഒരു പറയുന്നൊരു പരിധിയില്ലേ? എന്റെ സാറേ, ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് സാറ് കിടന്നങ്ങടെ ആകട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ ജീവിതം നശിപ്പിച്ച മനുഷ്യനാണെന്ന് പറയാൻ കാരണം. അങ്ങനെ എന്റെ ഈ അളിയൻ ഡ്യൂപ്ലിക്കേറ്റ് മനോജ് ഖേൻ ഉണ്ടല്ലോ, പുള്ളിക്കാരനാണെങ്കിൽ ഇപ്പൊ ഒരു പണിക്കും പോകണം. ഇതിനിപ്പോ ഞാൻ ചെലവിന് കൊടുക്കണം പെങ്ങൾക്ക് അളിയനൊക്കെ. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും കുട്ടൻ തമ്പുരാനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറുക്കി തുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മുറുക്കല് കണ്ടാൽ തോന്നുന്നു ലൂസ് ഉണ്ടെന്ന് ഈ മനുഷ്യന്, മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും മുറുക്കി തുപ്പി നടപ്പാണ്. കഴിഞ്ഞ ദിവസം വീട്ടിൽ ടി വി വെച്ചപ്പോഴത്തേക്കും ഫാന്റം ബൈയിൽ സിനിമ വന്നേക്കണം സാറിന്റെ. സാറപ്പ അതിനകത്ത് തല ഇങ്ങനെ മുട്ടയടിച്ചല്ല അഭിനയിക്കുന്നത്. ഇത് കാണുമ്പോ ഇതിനകത്ത് മനോജ് ഖേൻ മുട്ടയടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടമാണ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ബാർബർ ഷോപ്പിൽ പോകണം മുട്ട അടിക്കാൻ എന്നുള്ളത്. വേഗം ഞാൻ ബാർബർ ഷോപ്പിലേക്ക് വിളിച്ചു പറഞ്ഞു, ദേ തല മുട്ട അടിക്കാൻ വേണ്ടി എന്റെ ഡ്യൂപ്ലിക്കേറ്റ് അളിയൻ വരുന്നുണ്ട് അങ്ങോട്ട്, ദൈവത്തെ ഓർത്ത് തല മുട്ട അടിക്കരുത്, അടിക്കണൊക്കെ തന്നെ ഞാൻ കാശ് തരില്ലെന്ന് പറഞ്ഞു. അപ്പൊ പറയണ ഇങ്ങോട്ട് വന്നിട്ടുള്ള തട്ടുകടയിൽ പോയി മുട്ട അടിക്കാൻ പോകുന്നുണ്ട്, ബുൾസ് അടിക്കാൻ പോയത്. നേരെ അങ്ങോട്ടാ പോയത്. വലിയ കഷ്ടമാണ്. ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പോഴത്തെ പ്രശ്നം വേറെ ഒന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയൊരു ഓർഡർ വന്നിട്ടുണ്ടല്ലോ, ഗർഭിണി സ്ത്രീകൾക്ക് 6000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. ഇത് അളിയൻ വായിക്കലും ഇപ്പൊ എന്റെ പെങ്ങള് ഗർഭിണിയാണ്. 6000 കിട്ടാൻ പോകില്ലേ? 6000 രൂപയുടെ എല്ലാ പ്രശ്നം. ഇപ്പൊ പെങ്ങള് ഗർഭിണിയാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് 10-40,000 രൂപ ചെലവാണ്. ഇനി ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, കുട്ടികൾ റെഡിയാവണം. ഇഷ്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് ഇത് വേണം സുഹൃത്ത്, കാരണം ഈ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഡ്യൂപ്ലിക്കേറ്റിനൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റിട്ട് ഇപ്പൊ വളരെ മോശമല്ലേ? എന്റെ കല്യാണം വരെയാണ്, അതിന്റെ ഒരുക്കങ്ങൾക്ക് പോലും ഞാൻ ഇതേവരെ റെഡി ആയിട്ടില്ല, അറിയാമോ? കല്യാണം തന്നെയാണ് എന്റെ, അറിയാമോ? എന്റെ കല്യാണത്തിന് മുമ്പ് ഭരതനാട്യമോ ഡാൻസോ എന്തെങ്കിലും പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുപോലും എനിക്ക് പഠിക്കാൻ പറ്റും. അതെന്തിനാ കല്യാണത്തിന് മുമ്പ് ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ പഠിക്കേണ്ട ആവശ്യം? എന്നാൽ നമ്മൾ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിന്റെ താളത്തിനനുസരിച്ച് തുള്ളാൻ പറ്റുള്ളൂ. നമുക്കൊരു ഇതുണ്ടാവണം. നമുക്ക്
അതുകൊണ്ടാണ് അറിയാം. അത് correct. അത് correct അല്ലേ? അതില് എന്തോ സത്യമുണ്ട്. ഇവിടെ ഈ സംഭവം ഇവിടെ ഒന്ന് കാണാൻ പറ്റും. അനന്തഭദ്രം സിനിമയില്ലേ, അനന്തഭദ്രം സിനിമ കഴിഞ്ഞ ഇപ്പൊ രാവിലെ ഉണ്ടായിരുന്നു, ടി വിയിലുണ്ടായിരുന്നു. അപ്പൊ അനന്തഭദ്രം സിനിമയിൽ മറ്റേ തിരനുരയും എന്നുള്ള പാട്ടില്ല, അത് ഇങ്ങനെ കാണിച്ചു കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അപ്പൊ തന്നെ ടി വിന്ന് അത് കണ്ടിട്ട് നേരെ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടോ വരുന്നു, നേരെ കടപ്പുറത്തേക്ക് ഓടി. കടപ്പുറത്ത് എന്നിട്ട് ഇങ്ങനെ തിരനുരയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് അവസാനം ഉണ്ടല്ലോ, തിര എല്ലാം കൂടി വന്ന് പുള്ളിയുടെ ദേഹത്തോട്ട് കയറിയിട്ട് ഇപ്പൊ നൊര പതയും എന്നുള്ള അവസ്ഥയിലായി. അവസാനം ഞാൻ നോണ പറഞ്ഞല്ലേ, ഈ സംഭവത്തിനെ എനിക്കൊന്ന് കാണാൻ പറ്റും. അയ്യോ മനോസാറിനെ കാണണമെന്ന് പറഞ്ഞിട്ട് ആളുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് എവിടെ വിളിക്കേ? അതെ അളിയോ, ഇങ്ങോട്ട് വാ, കയറി വാ. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം. അല്ല ഞാൻ ചോദിക്കട്ടെ, അതെന്തിനാണ് ഇങ്ങനെ ഇത് മാത്രം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക? എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ എന്തൊക്കെയോ ആക്ഷൻ ഉണ്ടായില്ല, ഇത് മാത്രം എന്താണ്? പുള്ളി കംപ്ലീറ്റ് ഇതിനകത്ത് ഇങ്ങനെ കോസ്റ്റ്യൂമും രൂപവും ഭാവവും നന്നായിട്ടുണ്ട്. കോസ്റ്റ്യൂംസ് ഒന്നും ശരിക്കും സ്വന്തം അല്ലട്ടാ, ഈ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി മന്ത്രവാദിനെ വിളിച്ചായിരുന്നു ഞങ്ങള്. പുള്ളിയുടെ തലക്കെട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് പുള്ളിയുടെ വസ്ത്രം മുഴുവൻ കംപ്ലീറ്റ് ഉള്ളിലെടുത്ത് പുള്ളി കണ്ണുമ്പോൾ തുണിയിലുണ്ടിറങ്ങി പോയി. മനോഹരൻ ഇപ്പൊ ചെയ്യേണ്ട ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വീട്ടിൽ വന്നിട്ട് പെങ്ങളോട് പറയണം ഇതല്ല ഒറിജിനൽ മനോജ്ക്ക് ചെയ്യാൻ, സാറാണ് ഒറിജിനൽ മനോജ് എന്നൊന്നും പറയണം. അങ്ങനെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഏരിയയിലേക്ക് എന്നെ വിളിക്കും. എന്റെ പെങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. വലിയ പ്രശ്നമുണ്ടോ അവിടെ? ഞാൻ വരാൻ പാടില്ല, അത് അയാൾ തന്നെ സോൾവ് ചെയ്യും. നിങ്ങൾ അളിയാൻ സോൾവ് ചെയ്യും. അല്ല അതല്ല, എന്റെ പെങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ഇതാണ് ഒറിജിനൽ മനോജ് എന്നും പറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് അതിന് ഞാൻ അവിടെ വന്നാൽ ശരിയാവും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഷോക്കായി പോകും, വല്ല മെന്റലായി എന്ത് ചെയ്യും. അതുകൊണ്ടാണ് ഒന്ന് വന്നു ഒരു വാക്കൊന്ന് പറഞ്ഞു. ശരി, ഒരു കാര്യം ചെയ്യാം. ഞാൻ എവിടെ വിടുന്നത്? എന്റെ വീട് ഇവിടെ വാഴക്കാലം എടുത്തായിട്ടാണ്. വാഴക്കാല സൈഡിൽ ഇടയ്ക്ക് ഷൂട്ടിംഗ് വരാറുണ്ട്. അങ്ങനെ അവിടെ ഉള്ള ഷൂട്ടിംഗ് കാര്യങ്ങൾ വരുവാണെങ്കിൽ ഞാൻ അൻസിബ എൻ്റെ കൂടെ വരുമോ? ഞാനോ? എനിക്ക് പേടിയാ. അങ്ങനെ വല്ല ഷൂട്ടിങ്ങോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ഞാൻ വരാം. പക്ഷെ എന്നെ ആവതാളത്തിൽ കൊണ്ട് ചാടിക്കും. സാറൊന്ന് വന്നാൽ മതി. ഈ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ മനോജേട്ടനെ പോലെ ഉണ്ടെന്ന് എല്ലാരും പറയാറുണ്ടോ? ഞാൻ ദിഗംബരനായിട്ട് നടന്നു നോക്കി, ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല. പിന്നെ ഞാൻ കുട്ടന്റെ പേര് നടന്നു നോക്കി, ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല. പിന്നെ ഞങ്ങളുടെ അടുത്ത് ബിവറേജ് പോയി ക്യൂന്ന് ഞാൻ, എല്ലാരും എന്നെ തിരിച്ചറിഞ്ഞു. പറയാന്ന് ഭയങ്കര സംഭവം. അങ്ങനെ ഈ മനുഷ്യൻ ബീവറേജിൽ പോയി നിന്നോടുകൂടി ആവറേജ് ഫാമിലി ആയിരുന്നു. ഞങ്ങളിപ്പോ മൊത്തം ബീവറേജ് ഫാമിലി എന്ന് അറിയപ്പെടാം. ഇവിടെ മനോട്ടാ, ഇത് കയ്യിലിരിക്കട്ടെ. എല്ലാവർക്കും സാമ്പത്തികമായിട്ട് 1000-500 ഒക്കെ നിർത്തലാക്കി ഒരു ടൈം. 20 രൂപ കൊണ്ട് ഞാൻ എന്തിനാ ഇതെന്ത് കാര്യം? അല്ല അത് കയ്യിലിരിക്കട്ടെ. അല്ലല്ല അത് കയ്യിലില്ല. അല്ല ഇത് സാറിന് അവകാശപ്പെട്ട കാശും കൂടിയാണ്. സാറിന് അവകാശപ്പെട്ട കാശ്. അങ്ങനെ എന്താ അവകാശം? ഈ മാസം 12-ാം തീയതി കോട്ടയത്ത് ഒരു ഉദ്ഘാടനം ഉണ്ടല്ലേ? അടുത്ത മാസം 13-ാം തീയതി അതെ ജ്വല്ലറി ഉദ്ഘാടനം. ആ ഉദ്ഘാടനം 13-ാം തീയതി വരില്ല, ഞാൻ 6-ാം തീയതി വന്നോളാന്ന് പറഞ്ഞു മനോജ് ഖാനായിട്ട് എൻ്റെ അളിയച്ചാർ ഫോൺ വിളിച്ച് നേരെ ചെന്ന് ഉദ്ഘാടനം ചെയ്ത് 2 ലക്ഷം രൂപ ഒന്ന് മേടിച്ചെടുത്തു. അതാ പറഞ്ഞ അതിന്റെ ഒരു പങ്കെന്ന രീതിയിൽ ഇവര് ഇരുന്നോട്ടെ. 2 ലക്ഷം രൂപ പുള്ളി മേടിച്ച് 20 കയ്യിൽ ഇരുന്നോട്ടെ. ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ? ഒരു കാര്യം ചെയ്യാം, 20 കൊടുത്തിട്ട് 4 പൂജ്യം കൂടി, അപ്പൊ 2 ലക്ഷം രൂപ സാറിന് കിട്ടുന്നതായല്ലോ. ഓക്കെ 20 അഡ്വാൻസ്. മനോജേട്ടന്റെ അഭിനയ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ദിഗംബരൻ. തീർച്ചയായിട്ടും. കാരണം അത്രയും ടഫായിട്ടുള്ള റോള് എനിക്ക് ഞാൻ വേറെ ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം. അത്രയും ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് കൈയും മെയ്യും അനങ്ങി ചെയ്യേണ്ട ക്യാരക്ടറാണ്. അപ്പോൾ അത് ഭയങ്കര ടഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എങ്ങനെയാണ് ആ ദിഗംബരൻ എന്നുള്ള ക്യാരക്ടറിലേക്ക് എത്തിയത്? അല്ല, അത് ഞാനന്ന് ചെന്നൈ താമസമുള്ള സമയമാണ്. ചെന്നൈയിലാണെന്ന് സ്ഥിരതാമസം. അപ്പോൾ ഒരു വൈകുന്നേരം ഒരു 7 മണിക്കാന്ന് തോന്നുന്നു, മണിയമ്പുള്ള രാജുചേട്ടൻ്റെ കോൾ വന്നു. ആ രാജുട്ടാ എവിടെ ഉണ്ട്? ഇത്തിരി കാലമായില്ല. ആ മനോജ് എവിടെ ഉണ്ട്? ഞാനിവിടെ ചെന്നൈയിലുണ്ട് ചേട്ടാ. ഞാനും ചെന്നൈയിലുണ്ട് എന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്താ പരിപാടി? അതേ മനോജ്, ഞാനൊരു പുതിയ സിനിമ ചെയ്യുന്നു, അത് അനന്തഭദ്രം എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ അതിൽ സെൻട്രൽ ക്യാരക്ടർ നിങ്ങളാണ്. ഈ സിനിമ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരിക്കും, ഇവിടെ വരണം. ഞാനിപ്പോൾ ആദിത്യ ഹോട്ടലിലുണ്ടെന്ന് പുള്ളി പറഞ്ഞു, മദ്രാസിൽ. ഇതിലേക്ക് എത്തിയതിനുള്ള പ്രധാന കാരണം ആയിട്ടുള്ള ഒരാള് നമ്മുടെ കൂടെ ഉണ്ട്, ലൈനിലുണ്ട്.
അദ്ദേഹത്തെ വെൽക്കം ചെയ്യാണ്. ഹലോ, നമസ്കാരം മനോജ്, ഇത് മണിയമ്പിള്ള രാജുവാണ്. നമസ്തേ. നമസ്തേ. ഞാനിപ്പൊ പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു. ഞാൻ കോതമംഗലത്ത് ഷൂട്ടിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്, വണ്ടിയില്ല, അപ്പൊ ഇടയ്ക്ക് ചില ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എന്തായാലും ഇന്ന് രാവിലെയും കൂടെ അനന്തപുരത്തിന്റെ കാര്യം സംസാരിക്കേണ്ടിയിരുന്നു. കാരണം നെക്സ്റ്റ് ഫിലിം ചെയ്യുന്ന പ്രിയദർശൻ മോഹൻലാലാണ്. അപ്പൊ അതിനകത്ത് പ്രിയം പറഞ്ഞ അനന്തപുരത്തിന് രണ്ടാമത് ഇട്ട് കണ്ടു. അപ്പൊ ഒരിക്കലും ഒരു വിട്ടലാചാര്യോട്ടൊരു എഫക്റ്റ് ഒന്നും അതിനകത്ത് സന്തോഷം മേടിച്ചിട്ടില്ല. പിന്നെ അതിഗംഭീര അഭിനയമാണ് മനോജ് കെജയൻ കാഴ്ചവെച്ചിരുന്നത്. ആ സോങ് കാര്യങ്ങൾ ഓരോന്നും പുള്ളി എടുത്തെടുത്ത് ഇന്ന് രാവിലെ നിങ്ങൾ മീറ്റിംഗിൽ കണ്ടപ്പോൾ പറഞ്ഞേ ഉള്ളൂ. കേട്ടോ, സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. ഞാൻ എപ്പോഴും പറയും, ചേട്ടന്റെ ആ കോളിലാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ കഥാപാത്രം പിറന്നത്. എന്നെ വൈകുന്നേരം ആദിത്യ ഹോട്ടലിലേക്ക് വിളിച്ച കോളിനെ അറിയപ്പോ പറഞ്ഞു വെച്ചോളൂ, അപ്പോഴാണ് ചേട്ടൻ വിളിച്ചത്. ആരെയും ബുക്ക് ചെയ്തിട്ടില്ല, ഡയറക്ടർ പോലും ബുക്ക് ചെയ്തിട്ടില്ല. ആദ്യം ബുക്ക് ചെയ്ത് നിങ്ങളെ, അതിനുശേഷം അന്ന് താമൂസലിനെ ബുക്ക് ചെയ്യുന്ന താമൂസലിന് മാറി പിന്നെ സന്തോഷവനായി. അപ്പോഴും നിങ്ങളുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ മാറാത്ത. നമ്മുടെ മനസ്സിൽ അതായിരുന്നു. ദിഗംബരൻ എന്നുള്ള ആള് വേറൊരാൾക്ക് ഇത്രയും 100 മാർക്കോട് ചെയ്യാൻ പറ്റത്തില്ല. അത് എനിക്കും മറക്കാൻ പറ്റില്ല. സന്തോഷം ചേട്ടാ. എന്തായാലും നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും കിട്ടേണ്ടിയിരിക്കുന്നു മനോജ്. ഞാൻ എല്ലാവരും പറയും മനോജ് നന്നായിട്ട് പാടും, ഹ്യൂമർ ചെയ്യുന്നുള്ളതിന് മാത്രമല്ല അതിഗംഭീര നടനാണ്. ഏത് വേഷവും അത് കൊടുക്കാൻ പറ്റിയ ഒരാളാണ്. അത് ക്ലീൻ ആയിട്ട് ചെയ്യുന്നത്. നല്ല നല്ല കഥാപാത്രങ്ങൾ 2017 തേടി വരട്ടെ വരും. തീർച്ചയായും ചേട്ടാ, അത് ഒരുപാട് സന്തോഷം. ചേട്ടൻ വിളിച്ചതിലും ഈ പറഞ്ഞ അതേ വാക്കുകൾ തിരിച്ചു പറയാണ്. ചേട്ടൻ വലിയ മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രൊഡ്യൂസറാണ്. ഒരുപാട് നല്ല സിനിമകൾ, ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചേട്ടന് ഈ വർഷവും ഇനിയുള്ള വർഷങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ. ഇപ്പോൾ വളരെ ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ചേട്ടൻ. ഭയങ്കര തിരക്കാണ്. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഒരുമിച്ച് ഇപ്പൊ പോർച്ചുഗലിൽ പോയിട്ട് വന്നോളൂ. പോർച്ചുഗലിൽ പൃഥ്വിരാജിന്റെ മൈ സ്റ്റോറി അതിൽ പോയിട്ട് വന്നോളൂ. ഞങ്ങൾ ഭയങ്കര രസമായിരുന്നു അവിടെ. അതിന്റെ ഒരുപാട് കഥകളുണ്ട്. രാജേട്ടൻ എന്തായാലും കോമഡി സൂപ്പർ നൈറ്റ് 2 മനോജേട്ടന്റെ ഈ അധ്യായത്തിൽ ഭാഗമായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. രാജേട്ടൻ തീർച്ചയായിട്ടും വളരെ വേഗം തന്നെ ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വരും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. വരുമോ? തീർച്ചയായിട്ടും വിളിക്കും ചേട്ടൻ, ഉടനെ വിളിക്കും. ചേട്ടൻ ഇവിടെ വരണം. ഇത് അങ്ങനെ ചേട്ടന്റെ വേദിയാണ്. ചേട്ടനെ പോലുള്ള പ്രതിഭാതന്മാരായ താരങ്ങളുടെ വേദിയാണ്. തീർച്ചയായിട്ടും ഇവിടെ എത്തണം കേട്ടോ. തീർച്ചയായിട്ടും വരാം. ഓക്കേടാ, സന്തോഷം. താങ്ക് യു സോ മച്ച്. രാജേട്ടാ, ഈ പറഞ്ഞത് എല്ലാരും കേട്ടതാണ്. ഞങ്ങളെ തീർച്ചയായിട്ടും വിളിക്കും, തീർച്ചയായിട്ടും വരണം. തീർച്ചയായിട്ടും വരാം. താങ്ക് യു സോ മച്ച് രാജേട്ടാ. താങ്ക് യു സോ മച്ച്. അത് ഭയങ്കര ഞെട്ടിക്കലായി പോയല്ലേ. ഞാനങ്ങ് പറഞ്ഞു വെച്ചുള്ള അപ്പൊ രാജേട്ടൻ വിളിച്ചേ. ഞങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞെട്ടിപ്പിക്കും ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ഇനി ഇങ്ങനത്തെ ഞെട്ടിപ്പിക്കൽസ് ഉണ്ടോ? അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറയാതല്ലേ ഞെട്ടിപ്പിക്കുക. ശരി, ആയിക്കോട്ടെ. ഈ ദിഗംബരന്റെ ഈ ഇപ്പൊ വന്ന് കാണിച്ചല്ലോ ഈ ആക്ഷൻസ് ഒക്കെ, അപ്പൊ സ്ക്രീനിൽ ഈ ആക്ഷൻസ് ഒക്കെ കാണുമ്പോഴേ ഭയങ്കര നമുക്ക് പേടിപ്പെടുത്തുന്ന ആക്ഷൻസ് ആണെങ്കിലും നമുക്ക് അതിനോട് ഭയങ്കര ഒരു ഇവിളിനോട് നമുക്ക് ചില സമയത്ത് ഭയങ്കര ഒരു പ്രണയം തോന്നും അല്ലേ? ആ ഒരു ഇവിൾ ക്യാരക്ടറിന്റെ അടുത്ത് അങ്ങനെ പ്രണയം തോന്നുന്ന ഒരു ക്യാരക്ടറും കൂടെയാണത്. ഒരു മലയാളത്തിലെ ഒരു വില്ലൻ ക്യാരക്ടറും പാട്ടുപാടി അങ്ങനെ അഭിനയിച്ച ചരിത്രങ്ങൾ അധികമില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു സോങ്, ബ്രഹ്മാണ്ഡമായ ഒരു സോങ് ആണത്. തിരുവനന്തപുരം ചുരുൾമുടിയിൽ ഞാൻ MG രാധാകൃഷ്ണൻ ചേട്ടനും ഗിരീഷ് പത്തഞ്ചേരിയും സ്മരിക്കുകയാണ്. ഇത്രയും മനോഹരമായൊരു സോങ് എനിക്ക് തന്ന് ഞാൻ അതിൽ അഭിനയിക്കാൻ പറ്റിയതിൽ. കാരണം ഇത്രയും മനോഹരമായിട്ട് സ്ക്രീനിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്ന മനോജേട്ടൻ ഞങ്ങൾ ഒരുപാട് നന്ദി പറയാണ്. സന്തോഷം. താങ്ക് യു. ആ പാട്ടൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മനോജേട്ടൻ ഒന്ന് അത് കാണിക്കോ, പ്ലേ ചെയ്യോ? എനിക്കത് കാണിക്കാൻ പാടാ. കാരണം അത് നമ്മൾ വേറൊരു കോസ്റ്റ്യൂം, അതിൻ്റെ കോസ്റ്റ്യൂമും അതിൻ്റെ മേക്കപ്പും ഒക്കെ വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് വേണം, എന്നാലേ അത് നന്നാവുള്ളൂ. ചുമ്മാ രണ്ടിലെയും പാടാൻ വേണമെങ്കിൽ. സാഗര സൗന്ദര്യം തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അധരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ഇത് മേക്ക് ചെയ്ത ആള് മനോജേട്ടാ ഞെട്ടിക്കട്ടെ ഞെട്ടിക്കട്ടെ ഞെട്ടിക്കട്ടെ. ഹലോ ഹലോ, ഹാപ്പി ന്യൂ ഇയർ മുനി. ഹായ് മുനി, ഹാപ്പി ന്യൂ ഇയർ മൈ ഡിയർ മുനി, ഹാപ്പി ന്യൂ ഇയർ. ഇത് എവിടാണ്? ഞെട്ടിക്കാരൊന്നും അവിടെ സ്കോപ്പില്ല.
മുനിമാര് മീറ്റ് കയറിയാൽ പിന്നെ നോ ഞെട്ടിക്കൽ. എന്റെ ആദ്യം ഒരു സസ്പെൻസ് ഇടാന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ വെച്ച് മുനി ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. എന്റെ ഡിയറസ്റ്റ് വിനീതാണിത്, മനസ്സിലായോ? ആ വിനീതാണ്. മനോജ്, വെരി ഹാപ്പി ടു ടോക്ക് ടു യു. താങ്ക് യു. ടൈമിൽ തന്നെ ആൻഡ് യു കം ടു ദി ഷോ. ഞാൻ പോയിരുന്നു ഈ ഫ്ലവേഴ്സ് ഷോന്. അപ്പൊ അന്ന് കുട്ടൻ തമ്പുരാനാണ് അവർ ഒരു സ്കിറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തത്. മനോജ് കാണാം. ഞാൻ അറിഞ്ഞു വിനീത് വന്നപ്പോ കുട്ടൻ തമ്പുരാന്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നൊക്കെ അറിഞ്ഞു. പക്ഷെ ഞാനന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനും ഇതുപോലെ ഫോണിൽ വരേണ്ട ആളാണ് വിനീത്. പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ പോർച്ചുഗലിൽ ഷൂട്ടിംഗ് ആയി പോയി. അന്ന് ഞാനൊന്ന് ഞെട്ടിച്ചേനെ, ഞെട്ടിക്കൽ അന്ന് നടന്നേനെ, പക്ഷെ എനിക്ക് പറ്റിയില്ല. മുനി ഈ വർഷം തകർക്കട്ടെ. മുനിയുടെ കാംബോജി എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയണം, അതിലൂടെ മുനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടണം. അതാണ് എൻ്റെ ആഗ്രഹം. അതൊന്നും വേണ്ട, ആൾക്കാർക്ക് ഇഷ്ടമാവണം. അല്ലല്ല, അത് മുനിക്ക് ഞാൻ ഈ മുനി എന്ന് വിളിക്കുന്ന ഇവർക്കെല്ലാം മനസ്സിലാവില്ല. ഞാനും വിനീത് ഇവിടെ ഒരു കോഡ് ഭാഷയാണ്. എവിടെ വെച്ച് കണ്ടാലും ഏയ് മുനി, ഹായ് മുനി, ഇങ്ങനെ വന്നതാണ് കഷ്ടം. അപ്പം ആ മുനി എന്ന് വിളിക്കുന്ന വിനീതിനാണ്. അപ്പോൾ അത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇത്രയും വർഷത്തെ എത്രയോ നല്ല പെർഫോമൻസുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. അത് എന്തോ നിർഭാഗ്യവശാൽ അങ്ങനെയായി. അല്ലെങ്കിൽ എത്ര പടങ്ങൾക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടേണ്ട ആളാണ് വിനീത്. ഈ വർഷം അങ്ങനെ കിട്ടണമെന്ന് എൻ്റെ ഒരു ചെറിയ ആഗ്രഹം, എൻ്റെ ഒരു പ്രാർത്ഥന. എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ. ഹാവ് എ ഗ്രേറ്റ് 2017. താങ്ക് യു മനോജിനും ഫാമിലി മെമ്പേഴ്സും എല്ലാവരോടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് വിനീതേട്ടാ. ബൈ ബൈ ബൈ. കൊച്ചുകുട്ടിയുടെ ദേഹത്ത് ചങ്ങലയിലാണ് വാരിയിട്ടിരിക്കുന്നത്. ഏതാ? എന്തിനാ നീ കുഞ്ഞു കൊച്ചിന്റെ ദേഹത്ത് ചങ്ങലയിലാണ് വാരിയിട്ടിരിക്കുന്നത്? അല്ല, ഇത് മനഃപൂർവ്വമല്ല. ഇവന്റെ സ്കൂളിലെ ഈ ആനിവേഴ്സറി നടക്കുന്നു. അപ്പൊ ഞാൻ തന്നെ എഴുതി സംവിധാനം ചെയ്തൊരു നാടകം ഇവനെ പഠിപ്പിച്ചോണ്ടിരിക്കുക. റിഹേഴ്സൽ നടക്കുക. അല്ല അതൊക്കെ കൊള്ളാം. അല്ല നാടകമൊക്കെ കളിച്ചിങ്ങനെ നടന്നാ മതി, വല്ലതും പഠിക്കണ്ടേ? പഠിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിന് 199 മാർക്ക് കിട്ടി. ആണോ നിനക്കാ? എനിക്കല്ല, എന്റെ കൂട്ടുകാരൻ ജിംബ്രൂട്ടിന്. അപ്പൊ ആ ജിംബ്രൂട്ടിന്റെ ഒരു മാർക്ക് ഉടപ്പോടാ. ആ ജിംബ്രൂട്ടന്റെ ഒരു മാർക്കാണ് യവൻ മേടിച്ചത്. യവനാകെ ഒരു മാർക്കല്ല കിട്ടിയുള്ളൂ. എടാ സൂരജ്, ഒരു മാർക്കൊക്കെ ഇങ്ങനെ വാങ്ങിച്ചോണ്ട് നടന്ന് നിനക്ക് ഭാവിയിൽ ആരെങ്കിലും ഒക്കെ ആവാൻ പറ്റുമോ? എനിക്ക് ഡോക്ടർ ആവാലോ. ഡോക്ടർ എന്റെ ടീച്ചർമാരൊക്കെ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവാൻ. ആര് പറഞ്ഞു ഡോക്ടർ ആവാൻ പറ്റും? എന്റെ ടീച്ചർമാര് പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവാന്ന്. എന്ത് കണ്ടിട്ടാ? നിന്റെ ഈ പഠിത്തം കണ്ടിട്ടാണോ? അല്ല, പഠിത്തം കണ്ടിട്ടല്ല, എന്റെ കയ്യക്ഷരം കണ്ടിട്ട്. അത് കറക്റ്റ് കേസാ. കാരണം യവന്റെ കയ്യക്ഷരവും ഡോക്ടർമാരുടെ കയ്യക്ഷരവും രണ്ടും ഒരുപോലെ. രണ്ടും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ഒക്കത്തില്ല, വായിക്കാൻ ഒക്കത്തില്ല. അത് കറക്റ്റ് കേസാ. അല്ല മുസ്തഫ, ഏത് നാടകം അവനെ പഠിപ്പിച്ചേക്കണേ? ഒന്ന് പറഞ്ഞു പറഞ്ഞാ, ഞാൻ എഴുതി സംവിധാനം ചെയ്ത സംഭവം ഒന്ന് പറഞ്ഞു പറഞ്ഞാൽ മനസ്സിലായില്ല? ഇല്ല. വേഷവിധാനം കണ്ടിട്ട് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇല്ല. ചേട്ടന് മനസ്സിലായിട്ടുണ്ടാവും. എനിക്കെങ്ങനെ മനസ്സിലാവില്ല? ചേട്ടൻ അഭിനയിച്ച സിനിമയിലെ ചമയം. സമയത്തിൽ അടിമ. അപ്പൊ അതിനു വേണ്ടിയാണ് നീ ഈ ചാക്കിനകത്ത് കയറി നിക്കണേ? ഈ ചാക്കിനകത്ത് അതിനു വേണ്ടി കയറി അത് പറഞ്ഞപ്പോഴാ ചേട്ടനൊക്കെ നമിക്കണം കേട്ടോ. കാരണം വെറും 2 മിനിറ്റ് ആയിട്ടുള്ളിൽ ഞാൻ ഈ ചാക്കിന്റെ ഉള്ളിൽ കയറിട്ട് എനിക്ക് അപ്പഴേ ചൊറിഞ്ഞ് കയറുന്നുണ്ട്. അപ്പൊ മണിക്കൂർ കണക്കിന് ചേട്ടൻ ഈ ചാക്കിന്റെ ഉള്ളിലായിരിക്കുമല്ലോ. നീ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ എന്റെ പുളി? അതെ, ഈ ചാക്കിനകത്ത് കയറി കഥ പറഞ്ഞു നോക്കിയാൽ നീ മര്യാദ ഡയലോഗ് പടി. ഡയലോഗ് പറയാനും. എന്ത് ഡയലോഗ്? ഡയലോഗ് എന്താന്ന് പറ. ഡയലോഗ് അറിഞ്ഞൂടെ എനിക്ക്? ഇല്ല. മര്യാദക്ക് ഡയലോഗ് പഠിക്കണ്ടേ? ഇതൊരു കട്ടൊന്നും എപ്പോഴും ഞാൻ പറഞ്ഞു തരാൻ കൂടെ കാണത്തില്ല. ഇത് കാരണം വെച്ചാൽ ഈ സിനിമയിൽ അദ്ദേഹം ചെയ്ത് മനോഹരമാക്കിയ ഒരു വേഷമാണ് നിനക്ക് തന്നിരിക്കുന്നത് കേട്ടാ. നീയാണ് ഈ നാടകത്തിലെ അടിമ. അടിമയല്ലേ, അപ്പൊ കരയണ്ടേ? കൊള്ളാം. എന്ത് കാര്യത്തിന് ഇന്ന് മോങ്ങുന്നു? അല്ല, നാടകത്തിൽ മാത്രല്ല, ജീവിതത്തിലും ഞാനൊരു അടിമയാണല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ എപ്പോഴും എന്നെ ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുന്നത്. ഈ ആവശ്യമില്ലാത്ത കേസ് പറഞ്ഞ് നിനക്ക് നാടകം കളിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ ഡയലോഗ് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ഡയലോഗ് പഠിക്കണം. അവിടെ ഞാൻ കാണത്തില്ല. ഞാൻ പറഞ്ഞത് പുള്ളിയുടെ മുമ്പ് തന്നെ നാണം കരുതരുത്. മനോഹരമാക്കിയ വേഷമാണ്. അപ്പൊ ആദ്യത്തെ ഡയലോഗ്. കാറ്റിനോടും കടലിനോടും ഞാൻ ചോദിച്ചു, ഉത്തരമില്ല. എന്തൊരു മണ്ടനായിക്ക നിങ്ങള്. അല്ലെങ്കിൽ കാറ്റിനോടും കടലിനോടൊക്കെ പോയി ചോദിക്കാൻ പറ്റുമോ? അവരെങ്ങനെ ഉത്തരം നൽകും? അവർക്ക് വായില്ലല്ലോ ഉത്തരം നൽകാൻ. കറക്റ്റ് കേസ്. ഇത് ആരുടെ എന്നെ പറഞ്ഞ് പറ്റിക്കുന്നതെന്ന് അറിഞ്ഞില്ല. അല്ല, ഇത് ഏത് കടപ്പുറത്ത് പോയെന്ന് ഈ ചോദിച്ചത്? കോളാണെന്ന് തോന്നുന്നു. കറക്റ്റ്, അതുകൊണ്ടാണ് ഈ സംഭവിച്ചത്. കാരണം അവിടെ വരുന്ന ഈ സായിപ്പും മാതാമേ നോക്കൂ, അതാ ഇതിന് ഉത്തരം പറയാൻ നിൽക്കുന്ന ഈ കടലും കാറ്റും. അതാണ് സംഭവിച്ചത്. ഇനി അടുത്തതിന്റെ കിടലൻ ഡയലോഗ്. യൂതായ നാട്ടിലെ ഏത് പെണ്ണെ വേണമെങ്കിലും നിനക്ക് സ്വന്തമാക്കാം, എന്റെ മകൾ ഒഴികെ. അതെന്താ?
ഇക്കണ മകളെന്താ പെണ്ണല്ലേ? അത് തന്നെ എന്റെ മകള് പെണ്ണായോണ്ടാ നീ അത് ഒഴികെ വേറെ ഏത് വേണോ നീ കൊണ്ടുപോ. അതെന്താ അങ്ങനെ ഒഴിച്ചോട്ടെ? അത് വേണ്ടത് എന്റെ കുടുംബത്തിൽ കയറി കളിക്കണ്ടത്. സ്വാർത്ഥത, സ്വാർത്ഥ താല്പര്യം. നാടകത്തിൽ മാത്രമല്ല ജീവിതത്തിലും ഇയാൾക്ക് സ്വാർത്ഥത ഉണ്ട്. എന്റെ കുടുംബത്തിലെ കാര്യമല്ലേ പറഞ്ഞത്? ഇത് ഈ മറ്റേ യൂതായ നാട്ടിലെ കാര്യമാണ് ഈ പറഞ്ഞത്. ആ ഏത് ഗുദാമിലെ നാട്ടിലെ കാര്യമായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഡയലോഗ് പറ. ആ ഡയലോഗ് അടുത്ത ഡയലോഗ് പറ. അടുത്ത ഡയലോഗ് ഞാൻ സ്വന്തമാക്കാം. എന്റെ മകളെ ഒഴികെ അടുത്ത ഡയലോഗ് പറ. അടുത്ത ഡയലോഗ് പറ. ആര് നീ പറയണ എല്ലാം കൂടെ എനിക്ക് അങ്ങോട്ട് പറഞ്ഞു തരാൻ കുത്തൊന്നുമില്ല. എന്താടത്? ഞാൻ പറയണല്ലേ? നീ പറയണം അങ്ങോട്ട് പഠിച്ചു പറഞ്ഞാ എന്റെ അടിമ നീ പറയണ്ടേ? ഇരുമ്പാടുകളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുന കൊണ്ടോ സ്നേഹിച്ച മനസ്സിനെ വേർപിരിക്കാൻ കഴിയില്ല മുസ്തഫക്ക. അതെന്ത് ഡയലോഗ്? മുസ്തഫക്ക തിരുമനസ്സെന്നല്ലേ ഡയലോഗ്? തിരുമനസ്സെന്നാണല്ലേ? ഇവിടെ ഞാൻ മുസ്തഫക്കാണ്. ഒന്നായി ചേർന്ന് മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസ്സേ. ഇവിടെ ഞാൻ സ്നേഹിക്കുന്നു. ഐ ലവ് യു ചക്കരെ. ഉമ്മ ഉമ്മ. ചരിത്ര നാടകമല്ലേ ഇങ്ങനെ ഉമ്മ ഉമ്മ ഒക്കെ പറയുമ്പോ ഭയങ്കര ബോറല്ലേ? ഞാൻ കളിച്ച് കയറി വന്നപ്പോ കൈ നിട്ട് കളിച്ചാ. അതെ ഈ കൈ നിടൽ അത്ര നല്ലതല്ല. ഇനിയിപ്പോ ഈ കൈ നിട്ടാ ഞാൻ കാലേന്ന് വെക്കാൻ കിടും. അത്രേ ഉള്ളൂ, വേറെ കേസൊന്നും കൈ നിടാറാകുമ്പോ ഞങ്ങൾ പറയാം. അതെ അതിനുള്ള സൈസ് ആയിട്ടില്ലെന്ന് കേട്ടോ മോളെ. അതെ എന്തായാലും അവൻ കൈ നിട്ടു ഐ ലവ് യു എന്ന് പറഞ്ഞു പോയി. അപ്പൊ ഈ നാടകത്തിൽ ചെറുതായിട്ടും സഹകരിക്കുമായിരുന്നു. ഇവന്റെ കൂടെ ഒരു വേഷം ചെയ്ത് മനോഹരമാക്കാൻ നാടകം ഒന്ന് പറഞ്ഞു കൊടുക്കും സാറേ. അല്ലല്ല കുഴപ്പമില്ല. അടിമ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ ഈ ചാക്കിനുള്ളിൽ നിൽക്കുന്ന എന്നെ എങ്ങനെ സ്നേഹിക്കും? സ്നേഹിക്കാൻ തോന്നോ? ആർക്കെങ്കിലും തോന്നോ? ഈ നാടകം വേണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ മുസ്തഫിക്ക. ഞാൻ കറഞ്ഞാൻ പൊളിക്ക് പറ്റാ. എന്നോട് ഞാൻ നല്ല മനോഹര ഒരു നാടകം ഞാൻ എഴുതി തന്നതാ. എന്നിട്ട് അപ്പം ഞാൻ നല്ല ഒന്നാം തരം ഒരു കുടുംബകഥ ഞാൻ എഴുതി സംവിധാനം ചെയ്ത് ആ കൊടുക്കാൻ. നാടകത്തിൽ എന്റെ റോൾ എന്താന്ന് ചോദിക്കേ? അച്ഛനായിട്ടായിരുന്നു. അച്ഛനെന്താ കുഴപ്പം? ആ ഡയലോഗ് ഇല്ലാതെ അച്ഛനായിട്ട് എങ്ങനെ അഭിനയിക്കും? ഞാൻ ഡയലോഗ് ഉണ്ടായിരുന്നു അഭിനയിക്കാം. ഇത് അച്ഛനെന്താ ഡയലോഗ് ഇല്ലാത്ത? ആര് പറഞ്ഞ ഈ ആരാ ഡയലോഗ്? പറഞ്ഞ അച്ഛന് ഡയലോഗ് ഇല്ല? എന്റെ വീട്ടിൽ എന്റെ അച്ഛന് ഡയലോഗ് ഇല്ലല്ലോ. ഡയലോഗ് മൊത്തം അമ്മയല്ലേ പറയാറ്. എടാ പൊട്ടാ, നിന്റെ വീട്ടിലെ പോലാണ് എല്ലാ വീട്ടിലും. നിന്റെ വീട്ടിലെ പോലാണ് എല്ലാ വീട്ടിലും. മുസ്തഫക്കാരുടെ വീട്ടിൽ അതേപോലെ തന്നെയാണല്ലോ. മുസ്തഫക്കാക്ക് ഒന്നും മിണ്ടാന്നില്ലല്ലോ. എന്റെ പൊന്നടി മേമുണ്ടല്ലേ അത് ഇവന് മിണ്ടിച്ച് കഴിഞ്ഞപ്പോ പ്രശ്നമാണ്. അതുകൊണ്ട് ദേവി ഒന്നും സഹകരിക്കണം. അവന്റെ കൂടെ ഒന്ന് അഭിനയിക്കും. അടിമ സ്നേഹിക്കും. ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം, അതുപോലെ പറഞ്ഞാൽ മതി കേട്ടോ. വേണ്ട എന്നെ മറക്കാമെന്ന് പറ. വേണ്ട എന്നെ മറക്കാമെന്ന് പറ. എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറ. എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറ. അങ്ങയുടെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ. അങ്ങയുടെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ. നിന്റെ സ്നേഹം ആർക്ക് വേണം? എടാ ഈ ഡയലോഗാണ് ഇപ്പൊ പറയേണ്ടത്. നീ മറ്റേ ഡയലോഗ് പറയുന്നത് ഇത് ഞാൻ പഠിപ്പിച്ച ഒരു ഡെഡിക്കേഷൻ വേണ്ടേ? ഇത്രയും അങ്ങനെ പറഞ്ഞു തരുന്നില്ല. ഒന്ന് പറഞ്ഞൂടെ? ഒന്ന് പഠിക്കാൻ വയ്യേ? പറഞ്ഞതാ മനോജ് ആ സിനിമയ്ക്കകത്ത് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ഈ മറ്റേ പീരുക്കളെ പലകുറി, അതൊന്ന് തുടങ്ങിയിട്ട് കൊടുത്താൽ ബാക്കി പിടിച്ചോളെ. അതാണ് തുടങ്ങിയിട്ട് കൊടുത്താൽ ബാക്കി പിടിച്ചു. ഭീരുക്കളെ പലകുറി മരിക്കൂ പ്രിയേ. ഭീരുക്കളെ പച്ചക്കറി കഴിക്കാറുള്ളൂ പ്രിയ. പച്ചക്കറിയല്ല പച്ചക്കറിയല്ല, പലകുറി മരിക്കൂ പ്രിയേ. പലകുറി മരിക്കൂ പ്രിയേ. പലകുറി മരിക്കൂ പ്രിയേ. അങ്ങനെയല്ല, പലകുറി മരിക്കൂ പ്രിയേ. പലകുറി മരിക്കൂ പ്രിയേ. അത്ര. ഇനി അടുത്ത ഡയലോഗ്. എനിക്ക് മരണം ഒന്നേ ഉള്ളൂ. എനിക്ക് മരണം ഒന്നേ ഉള്ളൂ. ഞാൻ പുരുഷനാണ്. ഞാൻ പുരുഷനാണ്. ഞാൻ പുരുഷനാണ്. സിമ്പിൾ പറയൂ. ഞാൻ പുരുഷനാണ്. ആര് പറഞ്ഞു? എന്താടാ ഞങ്ങളുടെ ഉമ്മച്ചാക്ക പറഞ്ഞല്ലേ ചെറുക്കൻ ചെറുക്കനാന്ന്. മനോജേട്ടാ കുട്ടങ്കാട്ട് ബീജ് വെച്ചിട്ട് പെണ്ണിമ്പിള്ളെ 4 നേരം ഇടി മേടിക്കുന്ന ഇയാളാണ് പുരുഷൻ. നീ ആവശ്യമില്ലാത്ത പറയാം. നിനക്ക് നാടകം കളിക്കാൻ അത് കളിച്ചാൽ എന്റെ കുടുംബമായിട്ട് പരിചരിക്കില്ല. ഇങ്ങനൊന്നും അല്ല കളിക്കുന്നത്. ഇത് ഇവ നശിപ്പിക്കും. ഇത് നശിപ്പിക്കും. എന്റെ ക്യാരക്ടർ നശിപ്പിച്ചു. ഇതിങ്ങനല്ല ഞാൻ ചെയ്ത് കാണിച്ചു. ഇത് അടിമ സുന്ദരമായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. സുന്ദരമായിട്ട് ഞാൻ ചെയ്ത് വേണ്ട. കോസ്റ്റ്യൂം വേണ്ട. ഈ കോസ്റ്റ്യൂം മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ ആദിഭാവത്തിൽ ഔവ നിൽക്കുന്നതൊക്കെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അത് വേണ്ട. എനിക്ക് ചങ്ങല ഇങ്ങനെ തന്നാ മതി. കെട്ടണം, എന്റെ കൈ കെട്ടണം. കാരണം എനിക്ക് ചലിക്കാനൊക്കരുത്. ചലിക്കാനൊക്കെ എനിക്ക് അഭിനയിക്കാൻ നോക്കും. അതുകൊണ്ടാണ് മുറുക്ക കിട്ടി. ഒരു വിഷയമില്ല. കാരണം എനിക്ക് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ കാരണം ഇത് കൈബന്ധനമായിട്ടാണല്ലോ വന്ന് അല്ലേ സാറാന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഏത് എടാ നീ ഒരു ആറ്റം പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. ഒരു വിഷയമില്ല. കൈ കെട്ട് കൊടുക്ക. ഒരു ഒറ്റ മ്യൂസിക് ഇട്ടു. മ്യൂസിക് പ്ലീസ്.
പേപ്പർ കയ്യിൽ നിന്ന് പോയി സംഭവം കയ്യിൽ നിന്ന് ഡയലോഗ് പോയിരിക്കുക. ഡയലോഗ് ഇല്ല അതാണ് വിഷയം. കുഴപ്പമില്ല തുടക്കം ഇട്ട് തന്നാ മതി. തുടക്കം ഇട്ടാ ബാക്കി ഓക്കെ ആണ്. ഓക്കെ അത് മതി. ഇരുമ്പ് ബാക്കി ഞാൻ പിടിച്ചാൽ ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുകളൊക്കാൻ കൊല്ലിന് 10,000 പൊൻപണം കൊടുത്തവൻ ചന്തു. ഇരുമ്പല്ല കോൺക്രീറ്റ് അയ്യോ പ്ലാസ്റ്റിക് 10,500 ചന്തു എങ്ങനെ വന്നു പറ? ചന്തു എന്റെ പറച്ചാമ്പുരാനാണ് ഞാൻ വിളിച്ചിട്ട് വന്നല്ലേ ചന്തു. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? പാവല്ലേ, കഷ്ടായി. എന്തൊക്കെയാടേ കാണിക്കണേ? മുസ്തഫയുടെ കൈ ബന്ധിച്ചിരിക്കല്ലേ, അപ്പൊ മുസ്തഫക്ക് സല്യൂട്ട് അടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വന്ന് സല്യൂട്ട് അടിക്കാം.